ഞങ്ങളും ഫസ്റ്റ് ടൈം ആയിട്ട് FAB ഉണ്ടാക്കിയതാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. അപ്പൊ എല്ലാവർക്കും സ്വാഗതം മീറ്റിംഗിലേക്ക്. എല്ലാവരും ക്യാമറ ഓൺ ചെയ്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അപ്പൊ കുറച്ചും കൂടി ഇന്ററാക്റ്റീവ് ആക്കായിരുന്നു മീറ്റിംഗ്. എല്ലാവർക്കും പ്രസന്റ് ചെയ്യാനുള്ള ടൈം തരാം അവസാനമാകുമ്പോൾ. ഞാൻ ആദ്യമായിട്ട് ഒരു ഷോർട്ട് ഇൻട്രൊഡക്ഷൻ തരാം അബൌട്ട് അസ്. ഞങ്ങൾ ആരാണ്, ഇപ്പൊ ഞങ്ങൾ എന്തൊക്കെയാ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു. താങ്ക് യു. ക്യാമറ ഓൺ ആക്കി. അതുപോലെ എല്ലാവരും പേരിടാൻ പറയുന്നു. ഒരാൾ മീറ്റിംഗ് ഗസ്റ്റ് വരുന്നുണ്ട്. അപ്പൊ പേരിട്ടിരുന്നെങ്കിൽ നല്ലായിരുന്നു. നമുക്ക് സംസാരിക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു ടുഗദർനെസ് ഉണ്ടാവും. അപ്പോൾ ഒരു ഷോർട്ട് അജണ്ട അത് ഞങ്ങൾ വ്യൂവിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇതുവരെ നടന്ന ഹൈലൈറ്റ്സ്. ഞങ്ങൾ മാനേജ്മെന്റായിട്ട് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു 2 months ബിഫോർ. അവിടെ നിന്നുള്ള ടേക്ക് അവേസ് ആൻഡ് കീ ടോപ്പിക്സ് ഞങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്യാം. അത് ഞങ്ങളുടെ ഇനിഷ്യേറ്റീവ്സ് ആൻഡ് പ്ലാൻസും പിന്നെ ഈ മീറ്റിംഗിൽ ജസ്റ്റ് ഒരു സ്മോൾ ഗൈഡ് ലൈൻസ്. പിന്നെ മൊത്തം ടൈം നിങ്ങൾക്കായിരിക്കും. ഞാൻ 10 minutes എടുക്കുള്ളൂ എല്ലാം കൂടെ സംസാരിക്കാൻ. അത് കഴിഞ്ഞിട്ട് ഒരു 50 minutes to 1 hour നിങ്ങൾക്ക് ഫാൻസിന് എന്തൊക്കെ പറയാനുണ്ടോ അതൊക്കെ പറയാവുന്നതാണ്. ഞങ്ങൾ ഫസ്റ്റ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫാൻ അഡ്വൈസറി ബോർഡാണ്. ഞങ്ങൾ 14 മെമ്പേഴ്സ് ഉണ്ട് ഓൾ ഓവർ ദ വേൾഡിൽ. 8 പേര് ഇന്ത്യയിലും അതിനകത്ത് ഒരാൾ ഫിസിക്കലി ഡിസേബിൾഡ് മെമ്പറുമാണ്. പിന്നെ 5 പേര് ഇന്റർനാഷണലും. ഞങ്ങൾ 2 പേര് ഇംഗ്ലണ്ടിൽ, ഒരാൾ ജർമ്മനി, ഒരാൾ പോളണ്ട്, ഒരാൾ സ്പെയിൻ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. ഞാൻ രാഹുൽ സതീഷ്, ഞാൻ ജർമ്മനിയിലാണ്. ഞങ്ങളാണ് ഈ ഇന്റർനാഷണൽ ആൾക്കാരാണ് മോസ്റ്റ്ലി ഇവിടെ ഞങ്ങൾ ഓൺലൈൻ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങൾ തന്നെയാണ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത്. പിന്നെ നമുക്കിവിടെ അജയ് ഹരിദാസ് ഉണ്ട്, നമ്മുടെ ചെയർ. അജയ് ബ്രോ 2 വാക്ക് പറഞ്ഞോളൂ. ഹായ്, താങ്ക്സ് എല്ലാവരും വന്നതിൽ. നമ്മൾ ആദ്യത്തെ ഫാബ്, ആസ് രാഹുൽ സെഡ്, നമ്മൾ ആദ്യത്തെ ഫാബാണ്. നമ്മൾ മാക്സിമം നിങ്ങളുടെ വോയിസ് എല്ലാം കേട്ട് മാക്സിമം ക്ലബിനെ അറിയിക്കാനും ക്ലബിന്റെ സൈഡിൽ നിന്ന് അതിന്റെ റിപ്ലൈസും ബാക്കി കാര്യങ്ങളും ചെയ്യാനുമാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഫാബ് മീറ്റിംഗ്സ് നമുക്കുള്ള ഒരു ടേമാണ് നമുക്കുള്ളത് ആസ് എ ഫാബ് ഈ ഒരു ഫാബ് ടീമിന് വേണ്ടിയിട്ട്. നെക്സ്റ്റ് ഇയറിൽ നിങ്ങളിൽ ആരെങ്കിലും ഒരാളായിരിക്കാം ചിലപ്പോൾ ഒരു ഫാബ് മെമ്പർ ആയിട്ട് വരുന്നത് നെക്സ്റ്റ് ഇയറിൽ. സോ അപ്പം നമ്മളിവിടെ ഫസ്റ്റ് ഇയർ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ ഈ ഒരു വർഷമേ ഇവിടെ കാണുള്ളൂ. അപ്പം ഈ സമയത്ത് നമുക്ക് 4 മീറ്റിംഗ്സ് ആണ് ക്ലബ്ബുമായിട്ട് കിട്ടുന്നത്. ആ 4 മീറ്റിംഗിൽ നിങ്ങളുടെ വോയിസ് അവിടെ എത്തിക്കുക, അവരുടെ സൈഡിൽ നിന്ന് എന്താണ് റെസ്പോൺസ് കിട്ടുന്നത് നിങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. നമ്മൾ അത് നടുക്ക് നിൽക്കുന്ന ഒരു ജോലിയാണ്. സോ ഞാൻ ഇവിടെ ലണ്ടനിലാണ് വർക്ക് ചെയ്യുന്നത്. ഡേറ്റാ സയന്റിസ്റ്റ് ആയിട്ട് NHS വർക്ക് ചെയ്യാണ്. കേരള ബ്ലാസ്റ്റേഴ്സിനെ ഫോളോ ചെയ്യുന്ന കുറേ വർഷം കൊണ്ടുണ്ട്. 2014 മുതൽ ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നെ നാട്ടിൽ വരുമ്പോഴും ബാക്കിയുള്ള എല്ലാം കളി കാണാറുണ്ട്. എല്ലാവരെയും പോലെ നമ്മളെല്ലാവരും ഫാൻസ് തന്നെയാണ്. നമ്മൾ ആരും ക്ലബിന്റെ സൈഡിൽ നിന്നോ അല്ലെങ്കിൽ വേറൊരു മെമ്പർ ആയിട്ടോ അല്ല നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. നമ്മളെല്ലാവരും ഫാൻസ് തന്നെയാണ്. ഇതിനകത്ത് ഫാബ് എന്നുള്ള നിങ്ങളിൽ ഒരാൾ ആയിട്ട് ബാക്കി 14 പേര് നമ്മൾ ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ. അപ്പം ഇതാണ് ഞാൻ. ബാക്കി ഇനി മാത്യു ഉണ്ട്, പ്രണവ് ഉണ്ട്. ഞാൻ അങ്ങോട്ട് കൊടുക്കാം. ബ്രോ ഒരു 2 വാക്ക് പറഞ്ഞോ. ഹലോ, എൻ്റെ പേര് മാത്യു ജോർജ്. ഞാൻ UK-ലാണ്. NHS-ൽ വർക്ക് ചെയ്യുന്നു, ഹോസ്പിറ്റലിൽ പഠിപ്പിക്കുന്നു. ക്ലബ്ബ് തുടങ്ങിയപ്പോൾ തൊട്ട് ക്ലബിനെ ഫോളോ ചെയ്യുന്നു. നേരത്തെ UAE-ലായിരുന്നു, അന്നും അവിടെ വെച്ച് ഫോളോ ചെയ്തു. പ്രീ സീസൺ കുറേ കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് മൂവ് ചെയ്തു. ഇപ്പോൾ ഇവിടെ നമ്മൾ ഫോളോ ചെയ്യുന്നു, ആക്റ്റീവാണ്. നമുക്ക് കുറേ ഗ്രൂപ്പ്സ് ഉണ്ട്, അതിനകത്തെല്ലാം ആക്റ്റീവാണ്. അതുപോലെ തന്നെ കോമൺ ആയിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ ഇട്ടു, സബ്മിറ്റ് ചെയ്തു, എങ്ങനെ കയറി പറ്റി. അതാണ് ഞാനും. താങ്ക് യു. പ്രണവ്. ഹായ് ഗൈസ്, എല്ലാവർക്കും നന്ദി ഇവിടെ വന്നതിന്. എൻ്റെ പേര് പ്രണവ്. ഐ എം ബേസ്ഡ് ഇൻ ബാഴ്സലോണ. ഐ എം എ പ്രൊഫഷണൽ ഷെഫ്. ഞാൻ എന്താണ് ഇവിടെ, അത് നിങ്ങളെപ്പോലെ തന്നെ ഒരു ഫാൻ. 2014 തൊട്ട് ഇങ്ങോട്ടേക്ക് എല്ലാ സീസണും ബ്ലാസ്റ്റേഴ്സിനെ ഫോളോ ചെയ്ത് വരുന്നു, സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, FABയുടെ മെയിൻ ഉദ്ദേശം ജസ്റ്റ് ബി ദ ബ്രിഡ്ജ്, അത്രേ ഉള്ളൂ. ഞാൻ നിങ്ങളെ പോലെ തന്നെ മറ്റൊരാളാണ്, പ്രത്യേകിച്ച് അങ്ങനെ ഡിഫറൻസ് ഇല്ല. അപ്പൊ എല്ലാവരെയും കാണാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. നമുക്ക് തുടങ്ങാം. ഓക്കെ, പിന്നെ നമുക്ക് സജിത്ത് ഉണ്ട്, സൗരഭ് ഉണ്ട്, അനന്തകുമാറാണ് നമ്മുടെ PWD മെമ്പർ. പിന്നെ സെറിൻ ഉണ്ട്, മുഹമ്മദ് ഉണ്ട്, സോമു ഉണ്ട്, രജിൻ ഉണ്ട്, ഗോകുൽ, രാകേഷ് ഉണ്ട്, അഭിജിത്ത്. എല്ലാവർക്കും മലയാളം ഓക്കെ അല്ലേ? അത് ചോദിക്കാൻ മറന്നുപോയി. മലയാളം അറിയാത്ത ആരും ഇല്ലല്ലോ? ഉണ്ടെങ്കിൽ ഒന്ന് ചാറ്റിലിട്ടേക്ക്, നമുക്ക് ഇംഗ്ലീഷിലേക്ക് മാറാം. ഓക്കെ, നമുക്കിനി ഫാൻസിനെ വെൽക്കം ചെയ്യാം. നമുക്കൊന്ന് എല്ലാവരും ഒരു 2-3 വാക്ക് പറഞ്ഞിരിക്കാൻ നല്ലതായിരുന്നു. ലൈക്ക് എവിടെന്നാ വരണേ, ഹൂ യു ആർ,
എവിടെന്നാ വരുന്നത്, അത് കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഫാനാണ് എന്ന് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ കൊള്ളാം. ഞാൻ കാണുന്ന ഇതിൽ പോവാം. ആദ്യം മുഹമ്മദ് ഒരു 2 വാക്ക് പറഞ്ഞു തരുന്ന ആളായിരുന്നു. മൈക്ക് ഓഫ് ആണ്. ഞാൻ ഷെരീഫാണ്. ഹലോ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഞാനിവിടെ മൊസാംബിക്കിൽ ആഫ്രിക്കയിലാണ് വർക്ക് ചെയ്യണത്. Okay. പിന്നെ നാട്ടിലെ മലപ്പുറം. ഹലോ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. നാട്ടിലെ മലപ്പുറമാണ്. ഓക്കെ. ഇനി അടുത്ത് എൻ്റെ പേര് ജിയാനുണ്ട്. ഹായ്, എൻ്റെ പേര് ജിയാന. ഞാൻ നാട്ടിൽ ഇടുക്കിന്നാണ്. ഇവിടെ UK-ലാണ്. ഇപ്പോൾ പേരൻസിൻ്റെ കൂടെ ഞങ്ങളെല്ലാം ഫാമിലി ആയിട്ട് ഇവിടെ ഉണ്ട്. ഞാൻ സ്റ്റുഡൻ്റ് ഇയർ 12 ഇവിടെ പഠിക്കുകയാണ്. ഫുട്ബോളിൻ്റെ തന്നെ ഒരു കോഴ്സാണ് പഠിക്കുന്നത്, സ്പോർട്സ് കോച്ചിങ് ആൻഡ് ഡെവലപ്മെന്റ്. പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിനെ ഞാൻ തുടക്കം തൊട്ട് സപ്പോർട്ട് ചെയ്യുന്നത്. എനിക്ക് 6 വയസ്സുള്ളപ്പോൾ തൊട്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ 17 വയസ്സായി. ഇപ്പോഴും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എനിക്കിഷ്ടമാണ്. അടിപൊളി. ഈ പ്രണവ്. ഹായ്, പ്രണവ് കൃഷ്ണകുമാർ എന്നാണ് പേര്. ഞാൻ പറഞ്ഞ പോലെ 2014 ബ്ലാസ്റ്റേഴ്സിന്റെ സപ്പോർട്ടറാണ്. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ്. സ്റ്റുഡന്റ് ആണ്, BBA സെക്കൻഡ് ഇയർ. ജർമ്മി. ഹായ്, എൻ്റെ പേര് ജർമ്മി. ഞാൻ തിരുവല്ലയിലാണ്. അപ്പോൾ ഇപ്പൊ ഞാൻ കോളേജിലെ ഫസ്റ്റ് ഇയറിലോട്ട് ഇങ്ങനെ കയറാനായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്തു. 2014 ക്ലബ് തുടങ്ങിയിട്ട് തന്നെ ഫാനാണ്. അപ്പോൾ എന്നിങ്ങനെ ഇടയ്ക്ക് FABയിലെ ചില മെമ്പേഴ്സിനൊക്കെ പരിചയമുണ്ട്, അവരായിട്ടൊക്കെ മിണ്ടാറുണ്ട്. സോ കണ്ടതിൽ എല്ലാവരും സന്തോഷം. ഇപ്രകാരം ഒരു മീറ്റിംഗ് വെച്ചതിലും വളരെ നല്ലൊരു ഇനിഷ്യേറ്റീവ് ആയിട്ട് തോന്നുന്നു. താങ്ക് യു. ടെറേസ. ഹായ്, എൻ്റെ പേര് തെരേസ സേവ്യർ. ഞാൻ സ്റ്റുഡൻ്റ് ആണ്. എൻ്റെ വീട് കോട്ടയം. ഒത്തിരി സന്തോഷമുണ്ട് ഇതിൽ ഇൻവൈറ്റ് ചെയ്തതിൽ. എനിക്ക് ഈ ടീമിനെ ഭയങ്കര ഇഷ്ടമാണ്. താങ്ക് യു. ബ്രോയുടെ പേര് ഒരാളും കൂടെ ഉണ്ട്, എനിക്ക് പേര് അവിടെ കാണുന്നില്ല, മീറ്റിംഗ് ഗസ്റ്റിനാ പറഞ്ഞിട്ടുള്ളൂ. ബ്രോയെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ നല്ലായിരുന്നു. എനിക്ക് മീറ്റിംഗ് ഗസ്റ്റ് ആണ്. ബ്രോയുടെ പേര് മീറ്റിംഗ് ഗസ്റ്റ് അൺവെരിഫൈഡ് ആണ്. ആണോ? അയ്യോ, അത് എന്തോ അക്കൗണ്ട് ഇഷ്യൂ ഉണ്ടായിരുന്നു, അപ്പൊ അങ്ങനെ കയറിയത്, ഗസ്റ്റ് ആയിട്ട് കയറിയതാ. സാരമില്ല. എൻ്റെ പേര് വിനായകനാണ്. ഞാൻ കോട്ടയത്താണ് വരുന്നത്. ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഞാൻ ഫസ്റ്റ് ഇയർ മുതൽ ഫോളോയിങ് ആണ്. ഒരുപക്ഷെ ഞാൻ ട്വിറ്ററിൽ നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടാക്കി, വിനായക സാറിന്റെ പേര്. ഞാൻ അനാലിസിസ് ചെയ്യാറുള്ളതാണ്. അപ്പം താങ്ക് യു ബ്രോ. നമുക്ക് ജസ്റ്റ് ഒന്ന് ഞാനൊരു 5-10 മിനിറ്റ് കൂടെ എടുക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് ലേ ഔട്ട് ചെയ്യാം എന്തൊക്കെ നമ്മൾ ചെയ്യാൻ പോകുന്ന, അല്ലെങ്കിൽ വാട്ട് വി ആർ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഫുൾ ടൈം തരാം സംസാരിക്കാൻ വേണ്ടി. വി ആർ ഗോയിങ് മൂവിങ് ഫോർവേഡ്. വാട്ട് FAB ഈസ് എന്ന് മാനേജ്മെന്റിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ KBFCയുടെ ഭാഗത്തെ ഞങ്ങളുടെ വിഷയം ഇതാണ്. ഫാൻസിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഇൻഫർമേഷൻ എടുക്കുക, മാനേജ്മെന്റിന് പാസ് ചെയ്യുക. മാനേജ്മെന്റിന്റെ ഇൻഫർമേഷൻ എടുക്കുക, നിങ്ങൾക്ക് പാസ് ചെയ്യുക വിത്തൗട്ട് എനി പോളിഷിങ് ഓർ എനിത്തിങ്. ഡയറക്റ്റ് ഫാൻസിന്റെ നമ്മൾ നേരെ കൺവേ ചെയ്യുന്നു. നിങ്ങളിപ്പോൾ ഇവിടെ പറയുന്നതെല്ലാം ഞങ്ങൾ നോട്ട് ചെയ്യും. അത് അടുത്ത ഫാബ് മീറ്റിംഗിൽ അല്ലെങ്കിൽ അതിന് മുമ്പ് നമ്മൾ മാനേജ്മെന്റ് മെയിൽ അയക്കുന്നു. അതിന് മാനേജ്മെന്റ് തരുന്ന റിപ്ലൈസ് ഫാൻസിന് ഞങ്ങൾ ഞങ്ങളുടെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഞങ്ങളുടെ അതർ പ്ലാറ്റ്ഫോംസ് വഴി ഞങ്ങളത് ഷെയർ ചെയ്യുന്നു. അതാണ് ഞങ്ങളുടെ ക്ലിയർ റോൾ ഈ എൻറ്റയർ പ്രോസസ്സിൽ. ഓർ ദാറ്റ്സ് വാട്ട് ഫാബ് സ്റ്റാൻഡ്സ് ഫോർ. ഞങ്ങളുടെ കൺസേൺസ് നിങ്ങൾ റേസ് ചെയ്യുന്നത് ഞങ്ങൾ മാനേജ്മെന്റ് പാസ് ചെയ്യും, മാനേജ്മെന്റിന്റെ റിപ്ലൈസ് നിങ്ങൾക്ക് പാസ് ചെയ്യുന്നു. മൂവിങ് ഫോർവേഡ്, ഞങ്ങൾക്ക് ഇതിനു മുമ്പ് ഒരു ഫാബ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. നമ്മുടെ ഇൻട്രോഡക്ടറി മീറ്റിംഗ് ആയിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ 4 മീറ്റിംഗുകൾ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ത്രൂ ഔട്ട് നെക്സ്റ്റ് സീസണും ഈ വർഷവും. അപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് മീറ്റിംഗ് അതിനകത്ത് മീറ്റിംഗിൽ അബീക്ക് ഉണ്ടായിരുന്നു, നമ്മുടെ CEO, പിന്നെ കാരോളിസ് ഉണ്ടായിരുന്നു, സ്പോർട്ടിംഗ് ഡയറക്ടർ. ഞങ്ങളെല്ലാവരും മീറ്റ് ചെയ്ത് കുറെ ക്വസ്റ്റ്യൻസ് ഞങ്ങൾ ചോദിച്ചായിരുന്നു. സ്പോർട്ടിംഗ് ഡിസിഷന്റെ ക്വസ്റ്റ്യൻസ് ഞങ്ങൾ ചോദിച്ചായിരുന്നു. അതിൻ്റെയൊക്കെ ഒരു ഡ്രാഫ്റ്റ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വെബ്സൈറ്റിൽ കാണുന്നതാണ്. ആ മീറ്റിംഗിൽ എന്തൊക്കെ ചോദിച്ചു, എന്തൊക്കെ ഡിസ്കസ് ചെയ്തു, കുറെ ക്വസ്റ്റ്യൻസ് ഞങ്ങൾ എന്താ ചോദിച്ചായിരുന്നു. ലൈക്ക് ഫോർ എക്സാമ്പിൾ സ്റ്റേഡിയം ആക്സസിന്റെ കാര്യമായാലും കുറച്ച് സ്പോർട്ടിംഗ് ഡിസിഷന്റെ കാര്യമായാലും. അപ്പൊ അതിനൊക്കെ കുറെ റിപ്ലൈസും കിട്ടിയായിരുന്നു. അത് ഞാനിപ്പോൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അത് എവ്രി വൺ, ഇത് കാണുന്ന ആൾക്കാരായാലും ഇവിടെ നിൽക്കുന്ന ഫാൻസ് ആയാലും പോയി നോക്കി കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് കിട്ടുന്നതാണ്. മൂവിങ് ഫോർവേഡ്, അടുത്ത ഇൻകമിംഗ് പ്ലാൻസ് ആൻഡ് ഇനിഷ്യേറ്റീവ്സ് ഫ്രം അവർ പാർട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ക്വാർട്ടർലി മീറ്റിംഗ് മാനേജ്മെന്റ് ആയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ മിഡ് ജൂൺ അല്ലെങ്കിൽ എൻഡ് ഓഫ് ജൂൺ ആണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കണേ. ഇപ്പോൾ ട്രാൻസ്ഫർ വിൻഡോ തുറന്നു കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് കൂടുതലും കൂടെ ക്വസ്റ്റ്യൻസ് റേസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കൺസേൺസ് റേസ് ചെയ്യാൻ പറ്റും.
പിന്നെ ഇതുപോലത്തെ തന്നെ ഫാൻസ് മീറ്റപ്സ് ഇനി ഫ്യൂച്ചറിലേക്ക് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. മോസ്റ്റ്ലി എവറി മന്ത് എന്നൊരു ബേസിസിലാണ് അത് നമ്മൾ ഉറപ്പിച്ചുള്ള, ബട്ട് വി വിൽ സി വിത്ത് നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ്. പിന്നെ ഇനീഷ്യേറ്റീവ് ഫാൻ ഗ്രൂപ്പ്സ് ആയിട്ട് ഞങ്ങൾ കോൺടാക്ട് ചെയ്യാൻ ഇനീഷ്യേറ്റീവ്സ് എടുത്തിട്ടുണ്ട്. അതുപോലെ കൺസ്റ്റന്റ് അപ്ഡേറ്റ്സ് ക്ലബിന്റെ ഭാഗത്തുനിന്നായാലും ഫാൻസിന്റെ ക്വസ്റ്റൻസ് ആയാലും നമ്മൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. നമ്മൾ ഇന്റേണലി ഡിസിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ക്ലിയർ കമ്മ്യൂണിക്കേഷൻ, വാട്ടെവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫാൻസ് വരുന്ന ഇത് നേരെ ക്ലബിന് കൊടുക്കുന്നു, ക്ലബ്ബ് പറയുന്ന കാര്യങ്ങൾ നേരെ ഫാൻസ് വരുന്നു. അത് ഞങ്ങളായിട്ട് ഞങ്ങൾ ഡിസിഷൻസ് എടുക്കത്തില്ല, ഞങ്ങളായിട്ട് അതിനകത്ത് ആഡ് ചെയ്യത്തില്ല അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യത്തില്ല. ഡയറക്റ്റ് റോ മെസ്സേജ് ബിറ്റ്വീൻ ബോത്ത് പാർട്ടീസ്. പിന്നെ ഓൾസോ ഞങ്ങൾ ഫാൻ സർവേസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇനിഷ്യേറ്റീവ് ചെയ്തിട്ടുണ്ട്. അത് അടുത്ത് തന്നെ നെക്സ്റ്റ് ഫ്യൂ വീക്സിൽ തന്നെ ഫസ്റ്റ് സർവേസ് ഔട്ട് ആയിരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇതാണ് ഞങ്ങളുടെ കറന്റ് ഇനീഷ്യേറ്റീവ്സ് ആൻഡ് പ്ലാൻസ് ഇപ്പോൾ ഒരു നെക്സ്റ്റ് ഫ്യൂ സ്റ്റെപ്സ് ആയിട്ട്. ജസ്റ്റ് ഇത് നമ്മളിനി നിങ്ങൾക്ക് വേണ്ടി ഉള്ളത് സജഷൻസിന് വേണ്ടി, നിങ്ങളുടെ സജഷൻസും ഐഡിയാസും കൺസേൺസ് ഹിയർ ചെയ്യാൻ വേണ്ടിയുള്ള പ്ലാറ്റ്ഫോം തരാൻ പോകണം. അതിന് മുമ്പ് ജസ്റ്റ് ഒരു ഷോർട്ട് ഇത് എക്സ്പെക്ടേഷൻസ് ഫ്രം ദ മീറ്റിംഗ്സ്. അതിനകത്ത് ഒന്ന് മെയിൻ ഗോൾ നിങ്ങൾ പറയുന്നത് എന്ത് നമ്മൾ കേൾക്കും, നമ്മൾ അതുപോലെ നോട്ട് ചെയ്യുന്നതാണ്. അതൊരു ഡ്രാഫ്റ്റ് ആക്കി ഞങ്ങൾ മാനേജ്മെന്റ് അയക്കുന്നതാണ്. അതുപോലെ കമ്മ്യൂണിക്കേഷൻ നമ്മൾ ജസ്റ്റ് ഒന്ന് റെസ്പെക്റ്റീവ് ആയിട്ട് വയ്ക്കുക. ബിക്കോസ് അണ്ടർ 18 ആയിട്ടുള്ള ഫാൻസ് 2 പേരുണ്ടെന്ന് ഒന്നുകൂടെ. അപ്പോൾ നമ്മൾ ലാംഗ്വേജ് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ എന്തെങ്കിലും ടോപ്പിക്സ് വരുമ്പോൾ റൈസ് ഹാൻഡ് ചെയ്ത് സംസാരിക്കുക. അത് നമ്മൾ ഡോക്യുമെന്റ് ചെയ്യുന്നതാണ് എല്ലാം. അതുകൊണ്ട് മാനേജ്മെന്റ് റിവ്യൂക്ക് വേണ്ടി നമ്മൾ അയക്കും. അതുപോലെ നമ്മൾ എല്ലാവർക്കും സെൻഡ് ചെയ്ത് തരാം. നമ്മൾ മാനേജ്മെന്റ് ഫോളോ അപ്പ് വരുമ്പോൾ നമുക്ക് ഇവിടെ പ്രസന്റ് ചെയ്തേക്കുന്ന എല്ലാവർക്കും, അതുപോലെ നമ്മൾ ഓൺലൈനും എല്ലാ ഡിസ്കഷന്റെ മിനിറ്റ്സും നമ്മൾ ഇടുന്നതാണ്. അത് റെക്കോർഡർ ആയിരിക്കും മെയിലിൽ പറഞ്ഞ പോലെ ഫോർ ഫ്യൂച്ചർ റെഫറൻസസ്. അതുപോലെ ഇൻ കേസ് നമുക്ക് ടൈം തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ ടോപ്പിക്സ് ആയിട്ട് ഇവിടെ ചാറ്റിലിട്ടാലും അത് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് അത് നമ്മൾ ക്ലബിനും ഫോർവേഡ് ചെയ്യുന്നതാണ്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാൻ മറന്നുപോയി, വാട്ട് FAB ഈസ്. ഞങ്ങൾ വേറൊരു ക്ലബിന്റെ എക്സാമ്പിൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ സ്ലൈഡ് അടിച്ചു പോയപ്പോൾ മിസ്സായി പോയതാണ്. അത് ഞാൻ ചെയ്യാം. ഇത് ബ്രൈറ്റന്റെ ഇതാണ്, അവരുടെ ഫാൻ അഡ്വൈസറി ബോർഡിന്റെ ഇതാണ്, ഇംഗ്ലണ്ടിലെ EPL ക്ലബ്ബ്. സോ വാട്ട് ദേ ഡിഡ് ഇസ് ലൈക്ക് അവർ ഡിസേബിൾ ടോയ്ലറ്റിന് ലൈറ്റിംഗ്, അതൊക്കെയാണ് അവർ ഇങ്ങനത്തെ ടോപ്പിക്സ് ആണ് റേസ് ചെയ്തത്. ലൈക്ക് സേഫ് സ്റ്റാൻഡിങ് കൺസൾട്ടേഷൻ അല്ലെങ്കിൽ ഫ്ലാഗ്സ് ആൻഡ് ബാനേഴ്സ്, അതിനകത്ത് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം എന്നൊക്കെ. ജസ്റ്റ് ഷോർട്ട് ഇൻട്രൊഡക്ഷൻ വാട്ട് FAB ഈസ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ FAB ബ്രൈറ്റ് ന്യൂ ആണ്, അതുകൊണ്ട് വി ഡോണ്ട് ഹാവ് മച്ച് ഇൻഫോ ഫ്രം അവർ സൈഡ്. അപ്പോൾ ബാക്കിയുള്ളത് ലൈക്ക് ഇത് FAB ഓഫ് ബ്രൈറ്റൺ അപ്പൺ ഹാൽബ് കൊണ്ടാണ്. അപ്പോൾ അവർ വുമൻസ് ഫുട്ബോളിനെ കുറിച്ച് റേസ് ചെയ്ത ക്വസ്റ്റൻ ആണ്. ലേറ്റർ കിക്ക് ഓഫ്സ് വരുമ്പോൾ ഫാൻസ് യങ് ഗേൾസിന് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഫീഡ്ബാക്സ് നമ്മൾ ക്ലബിന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലബിന്റെ ഭാഗത്തു നിന്നൊക്കെ ബ്ലാസ്റ്റേഴ്സിനായാലും ഓവറോൾ ഇത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നതാണ് ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ. ഇത് നമുക്ക് കുറച്ച് കിട്ടിയിരിക്കുന്ന ക്വയറീസ് ആണ്, ലൈക്ക് ഫ്രം ഓൾ ഓഫ് ദ ഫാൻസ് ഇതുവരെ കോൺടാക്ട് ഫോമിൽ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഫ്യൂ എക്സാമ്പിൾസ് ഇവിടെ ഇട്ടിട്ടുണ്ട്, ജസ്റ്റ് സോ ദാറ്റ് ലൈക്ക് നിങ്ങൾക്കും കാണാം. അതുപോലെ നമ്മൾ ഫ്യൂച്ചറിൽ വീഡിയോ പബ്ലിഷ് ചെയ്യുമ്പോൾ അവിടെയുള്ള ഫാൻസിനും വാട്ട് കൈൻഡ് ഓഫ് മെസ്സേജസ് നമുക്ക് കിട്ടുന്നുണ്ടെന്ന് കാണാനുള്ളത്. ലൈക്ക് ഇവിടെ ഒഫീഷ്യൽ മെർക്കൻഡൈസ് ഷോപ്സ് ഇൻസൈഡ് സ്റ്റേഡിയം സ്റ്റാർട്ട് ചെയ്യാൻ പറയുന്നതായാലും, ഹാൻഡിക്യാപ്പ് ഫാൻസിന് വേണ്ടി ബെറ്റർ ആക്സസിബിലിറ്റി വരുന്നതായാലും, ഇതൊക്കെ നമ്മൾ ഇത് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ക്ലബിന് പാസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബാക്കിയുള്ളത് നമ്മൾ ഓരോ മീറ്റിംഗ് അല്ലെങ്കിൽ ക്ലബിന് ഇമെയിൽ ആയിട്ട് നമ്മൾ എല്ലാ കൺസേൺസും നേരെ ഷെയർ ചെയ്യുന്നതാണ്. അതുപോലെ അവരുടെ ഈ റിപ്ലൈസ് നമ്മൾ ഫാൻസിനും ഷെയർ ചെയ്യുന്നതാണ്. ഇനി നമുക്ക് ഓപ്പൺ ഫോറത്തിലേക്ക് പോകാം. ഈ ഓപ്പൺ ഫോറത്തിന്റെ ഇതെന്ന് വെച്ചാൽ നിങ്ങൾ ഇനി എക്സ്പ്രസ് ചെയ്യുക നിങ്ങളുടെ കൺസേൺസ് ആൻഡ് ഡിസയേഴ്സ്, അല്ലെങ്കിൽ വാട്ട് യു വാണ്ട് ടെൽ ദ മാനേജ്മെന്റ്. അപ്പോൾ നമുക്ക് അത് നോട്ട് ചെയ്യാനും അത് ഫോർവേഡ് ചെയ്യാനും പറ്റും. ഞാൻ ജസ്റ്റ് ഞങ്ങൾ കുറച്ച് ടോപ്പിക്സ് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് സോ ദാറ്റ് നമ്മൾ ഓപ്പൺ ആയിട്ടൊന്നും ചുമ്മാ ബ്രെയിൻ സ്റ്റോം ചെയ്യാതെ ഒന്നും ചെയ്യാത്ത പോലെ ലൈക്ക് യു ക്യാൻ ടോക്ക് ഓൺ ദിസ് ഓർ അതർ ടോപ്പിക്സും സംസാരിക്കാം. ഇപ്പൊ ഇതിനകത്ത് ലൈക്ക് മാച്ച് ഡേ എക്സ്പീരിയൻസ്, നിങ്ങൾക്ക് മാച്ച് ഡേ എക്സ്പീരിയൻസിൽ എന്തെങ്കിലുമൊക്കെ കുറവ് കാണുന്നുണ്ടോ? നമുക്ക് കിട്ടിയ ഒരു റിപ്ലൈ ആണ് കോൺടാക്ട് ഫോമിൽ അവിടെ ചെളിയാവും മഴ പെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ. അല്ലെങ്കിൽ ക്ലബിന്റെ കമ്മ്യൂണിക്കേഷൻ ആൻഡ് അപ്ഡേറ്റ്സ്, ലൈക്ക് ക്ലബ് ഇനി എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനുണ്ടോ? അല്ലെങ്കിൽ ടിക്കറ്റ് ആൻഡ് മെർക്കൻഡൈസസ്, അതിനകത്ത് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. സീസൺ ടിക്കറ്റ്സിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് വേണോ? അല്ലെങ്കിൽ ഫാൻ എൻഗേജ്മെന്റ് ആൻഡ് ഇവന്റ്സ്, ലൈക്ക് IPL കണ്ടക്കണ പോലെ ഫാൻ പാർക്സ് സ്റ്റാർട്ട് ചെയ്യാമോ? അങ്ങനെ എന്തെങ്കിലുമൊക്കെ ലൈക്ക് ഐഡിയാസ്. അതുപോലെ ഫെസിലിറ്റീസ് ആൻഡ് ആക്സസിബിലിറ്റി, ഇവിടെയാണ് മറ്റേ
PWD മെമ്പേഴ്സിന് ആക്സസിബിലിറ്റി, അല്ലെങ്കിൽ വുമൻസിന് അല്ലെങ്കിൽ ഫാമിലിക്ക് ആക്സസിബിലിറ്റി. പിന്നെ ഓൾസോ ഞങ്ങൾ ഫാൻ സെന്റിമെന്റ്സ് ആയിട്ട് സ്പോർട്ടിംഗ് ഡിസിഷൻസിന്റെ ബേസ് ഫാൻ സെന്റിമെന്റ്സ് ഞങ്ങൾ എടുക്കുന്നതാണ്. ഞങ്ങൾ അതും ഷെയർ ചെയ്യും. നിങ്ങൾ പറയുന്ന പോലെ തന്നെ ഞങ്ങൾ ഷെയർ ചെയ്യും. വാട്ട് എവർ യു സേ ഇൻ ദിസ് മീറ്റിംഗ് അങ്ങനെ തന്നെ ഷെയർ ചെയ്യാൻ ക്ലബിൽ ഞങ്ങൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള അതർ മെത്തേഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ വിത്ത് FAB, അതിനും ഞങ്ങൾക്ക് കുറച്ച് അഡ്വൈസസ് അല്ലെങ്കിൽ ഫീഡ്ബാക്സ് എന്നാൽ നല്ലതായിരുന്നു ഞങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി. FAB എന്നതിൽ ക്ലബ്ബ് മാത്രമല്ല FABക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഐഡിയാസ് ആൻഡ് സജഷൻസ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ ഉപയോഗമായിരുന്നു. നമുക്ക് അതിനകത്ത് ഇമ്പ്രൂവ് ചെയ്യാം. ആസ് വി സെഡ്, വി ആർ ഫസ്റ്റ് ടൈം ആണ്, അതുകൊണ്ട് വി ഓൾസോ നീഡ് ടു ഇംപ്രൂവ് എ ലോട്ട്. അപ്പോ അജയ് ബ്രോ, ഹൗ ക്യാൻ വി ടേക്ക് ദിസ് ഫോർവേഡ്? നമ്മൾ ഓരോരുത്തർക്ക് 5 to 6 minutes കൊടുക്കാം അല്ലെ? നമുക്ക് ടോപ്പിക്സ് സംസാരിച്ചതിന് ശേഷം ഓരോ ഇപ്പൊ മാച്ച് ഡേ എക്സ്പീരിയൻസിനെ പറ്റിയിട്ട് സംസാരിച്ചൊരു 5 minutes 6 minutes ആർക്കെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അത് എടുക്കാം. ടോപ്പിക് അനുസരിച്ച് ടോപ്പിക് അനുസരിച്ച് പോവാം. ഓക്കെ, അത് നമുക്ക് ടോപ്പിക്സ് അനുസരിച്ച് പോവാം. ഒരാൾ ടൈമർ വെച്ചോ, നമുക്കൊരു 5 minutes വെച്ച് ഈച്ച് ടോപ്പിക്സിൽ പോവാം. അത് കഴിഞ്ഞിട്ട് ജനറൽ ക്വയറീസിന് ഇതിൽ എല്ലാവർക്കും സംസാരിക്കാവുന്നതാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മാച്ച് ഡേ എക്സ്പീരിയൻസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഒരു കാര്യം രാഹുൽ, ഇതിനകത്ത് എനിക്ക് പറയാൻ നമുക്ക് ഫാബിന്റെ സൈഡിൽ നിന്ന് പറയാനുള്ള ഒരു കാര്യം, നമ്മൾ നിങ്ങളെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ സൈഡിൽ നിന്ന് ആൻസേഴ്സ് പ്രതീക്ഷിക്കരുത്. നമ്മളല്ല ആൻസേഴ്സ് തരേണ്ടതും ഡിസിഷൻ എടുക്കേണ്ടതും നമ്മളല്ല, ക്ലബിന്റെ സൈഡിൽ നിന്നാണ്. നമ്മൾ ക്ലബിനെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളായിട്ട് മീറ്റ് ചെയ്യാതെ നമ്മൾ 14 പേരേ ഉള്ളൂ. നമ്മുടെ 14 പേരുടെ വ്യൂസ് മാത്രം നമ്മൾ ക്ലബിനെ അറിയിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ നമുക്കതാവാം. പക്ഷെ നമ്മൾ ഫാൻസിന് ബാക്കിയുള്ള എല്ലാവരെയും, നമ്മൾ ഫാൻസ് തന്നെയാണ്, എന്നാൽ കൂടി ബാക്കി എല്ലാവരെയും കൂടെ മിങ്കിൾ ചെയ്യാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുമാണ് നമ്മുടെ ആഗ്രഹം. സോ അതുകൊണ്ട് അതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ കോൺടാക്ട് ഫോമിൽ നമ്മൾ കോൺടാക്ട് ചെയ്തിരിക്കുന്ന ഫാൻസിനെ മാക്സിമം നമ്മൾ ട്രൈ ചെയ്ത് മീറ്റിങ്ങിന് നമ്മളിപ്പോൾ കൂടിയിരിക്കുന്നത്. സോ ബാക്കിയുള്ള ആൾക്കാരെയും കൂടെ നമ്മൾ അടുത്ത മീറ്റിംഗ്സിൽ കൂടാനുള്ള പ്ലാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ബാക്കിയുള്ള കുറെ ഇഷ്ടംപോലെ ഫാൻസും നമുക്ക് ഹാർഡ് കോർ ആയിട്ട് ഈ ക്ലബിനെ ഇഷ്ടപ്പെടുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. സോ അവരെയൊക്കെ മീറ്റ് ചെയ്യാനും അവരെയൊക്കെ കോണ്ടാക്ട് ചെയ്യാനും പല രീതിയിലും പല വഴിയും നമ്മൾ നോക്കേണ്ടി വരും. കാരണം ഓൺലൈൻ മാത്രമായിരിക്കില്ല, പലർക്കും ചിലപ്പം നെറ്റോ അല്ലെങ്കിൽ നമുക്ക് ടീംസ് പോലത്തെ കാര്യങ്ങൾ ആക്സസിബിൾ ആയിരിക്കാൻ ചാൻസസ് ഇല്ല. സോ അപ്പം നേരിട്ട് മീറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ അത് നോക്കണം. സോ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പ്ലാൻസ് ഉണ്ട്. ആസ് രാഹുൽ പറഞ്ഞതുപോലെ നമ്മൾ ആദ്യത്തെ ഫാബ് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് മിസ്റ്റേക്സും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അത് മാക്സിമം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ് പ്രതീക്ഷ. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം തുടക്കത്തിൽ മാച്ച് ഡേ എക്സ്പീരിയൻസ്, നിങ്ങൾ 10-11 വർഷമായിട്ട് നമ്മൾ ഈ ക്ലബിനെ ഫോളോ ചെയ്യുന്നതാണ്. അപ്പം നിങ്ങളെല്ലാവരും പലരും ക്ലബ് ചിലപ്പോൾ നേരിട്ട് പോയി കണ്ടിട്ടുണ്ടാവും. ക്ലബ് എവിടെ നമ്മുടെ ഗ്രൗണ്ടിൽ സ്റ്റേഡിയത്തിൽ നേരിട്ട് പോയി കണ്ടിട്ടുണ്ടാവും. ആ സ്റ്റേഡിയത്തിൽ ഉള്ള എക്സ്പീരിയൻസ് എന്തെങ്കിലും നിങ്ങളുടെ സൈഡിൽ നിന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ തോന്നുന്നുണ്ടോ? രണ്ടാമത്തത്, ഇപ്പൊ UK നിന്നും അല്ലെങ്കിൽ ആഫ്രിക്കയിൽ നിന്നും ഒക്കെ നമ്മൾ മെമ്പേഴ്സ് ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ അവർക്ക് ഓൺലൈൻ വഴി കാണുമ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? അതിനകത്ത് എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ്സ് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ എന്നുള്ളത് ഇപ്പൊ നമുക്ക് ഹാൻഡ് റൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം. മാത്യു, ഒരാളൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്, ഗോകുല്. ജസ്റ്റ് ലേറ്റ് ആയിട്ടാ ജോയിൻ ചെയ്തത്. ഞാൻ അഡ്മിറ്റ് ചെയ്ത് ലേറ്റ് ആയിട്ടാ അഡ്മിറ്റ് ചെയ്തത്. ഞാൻ കണ്ടത് ഇപ്പോഴാ കണ്ടേ. ഓക്കെ, നമുക്ക് എന്തായാലും മാച്ച് ഡേ എക്സ്പീരിയൻസ് ഫസ്റ്റ് ഇതിലേക്ക് കിടക്കാം. അപ്പോ ഗൈസ്, എനിവൺ ഹാവ് എനി കമന്റ്സ് ഓർ ക്വസ്റ്റ്യൻസ്? നമ്മുടെ കോണ്ടാക്ട് ഫോമിലേക്ക് പ്രണവ് കൃഷ്ണകുമാർ. Hope I am audible. Yes. അപ്പോ മീൻസ് കുറച്ച് സജഷൻസ് പോലെയുള്ള സംഭവമാണ് ഉള്ളത്. അതായത് ഇപ്പൊ കുറച്ച് വർഷങ്ങളായിട്ട് സ്ഥിരമായിട്ട് തന്നെ കല്ലൂരിൽ പോയി കളി കാണുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരു ഫാൻ എന്ന പെർസ്പെക്റ്റീവിലുള്ള കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് ഇതുള്ളത്. മീൻസ് ബേസിക്കലി ദ തിങ്സ് വിച്ച് ഐ ഹാവ് എക്സ്പീരിയൻസ്ഡ്. ഞാൻ എന്റെ കണ്ണുകൊണ്ട് അല്ലെങ്കിൽ അനുഭവിച്ച സംഭവങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. വൺ അമംഗ് ദ മെയിൻ തിങ് ഈസ്, നമ്മള് ഒരു മാച്ച് ഡേ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് സ്റ്റേഡിയം എക്സ്പീരിയൻസ്, ഒരു ഫാന് ടിക്കറ്റ് സ്കാൻ ചെയ്ത് സ്റ്റേഡിയത്തിന്റെ ഉള്ളിൽ കയറി കളി കഴിഞ്ഞ് തിരിച്ചിറങ്ങുന്നവരെയുള്ള ടോട്ടൽ ആ ഒരു ചെയിൻ ഫുള്ള് നമ്മളതിൽ ഇൻവോൾവ് ചെയ്യണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതിൽ തന്നെ ആദ്യം തന്നെ, അതായത് ടിക്കറ്റ് സ്കാൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മളെ പലവരും, നമ്മുടെ ഈ 14 ജില്ലയിലുള്ളവരും എത്രയൊക്കെ ട്രാവൽ ചെയ്തിട്ടാണ് കലൂർ എത്തുന്നത്. സോ ഒബിയസ്ലി അവരുടെ കയ്യിൽ ഹാൻഡ് ബാഗേഴ്സ് ആയാലും ബാക്ക് പാക്സ് ആയാലും അതെല്ലാം ഉണ്ടാവും. സോ കഴിഞ്ഞ കുറച്ചു കാലം വരെ അങ്ങനത്തെ ഒരു സ്റ്റോർ റൂം അല്ലെങ്കിൽ ക്ലോക്ക് റൂം പോലത്തെ ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഏതൊക്കെ ഒരു ഫാൻ ഗ്രൂപ്പ് കുറെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് അതിന്റെ റേസ് ചെയ്തിട്ട് ഇപ്പൊ നമുക്കൊരു ക്ലോക്ക് റൂം ഉണ്ട് അവിടെ, ബട്ട് ഓൺ എ ടെമ്പററി ബേസിസ്. പക്ഷെ അതിൽ പലരും, ഞാൻ കണ്ടനുഭവിച്ച സംഭവം എന്താണെന്ന് വെച്ചാൽ, പലരും അതിൽ വെക്കാൻ വേണ്ടി മടിക്കുകയാണ്.
ബിക്കോസ് അതിന്റെ വേണ്ടത്ര അവിടെ അത്രയും വാല്യുബിൾ ആയ സംഭവങ്ങളാണ് അതിൽ ഉണ്ടാവുക. അത് സൂക്ഷിക്കാൻ പറ്റിയ അത്ര ഒരു സേഫ്റ്റി അല്ലെങ്കിൽ സെക്യൂരിറ്റി ആ ഒരു സംഭവത്തില്ല. ജസ്റ്റ് ഒരു ടാർപ്പായ കെട്ടി വലിച്ചിട്ട് ഒരു ചെറിയൊരു പന്തലിടുന്ന സെറ്റപ്പിലാണ് അവിടെ ക്ലോക്ക് റൂം ഉള്ളത്. സോ നമ്മൾ ഇത്രയും പൈസ കൊടുത്തിട്ടാണ് അതിൻ്റെ ഉള്ള കയറുന്നത്. സോ മാനേജ്മെന്റ് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ടോക്കൺ സിസ്റ്റം വെച്ചിട്ട് കുറച്ച് പ്രോപ്പർ ആയിട്ടുള്ള ഇപ്പൊ ഉണ്ട്, ഇല്ലാന്നല്ല പറയുന്നത്, ഒന്നും കൂടി അത് ബെറ്ററൈസ് ചെയ്യണം. ബിക്കോസ് ഫാൻസ് ഇത്രയും ദൂരത്തുനിന്ന് വരാണ്. നമുക്ക് ഒരിക്കലും പറയാൻ പാടില്ല നിങ്ങൾ ബാഗേജ് എടുക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ല. എന്റെ കൺമുമ്പിൽ തന്നെ ഉണ്ടായില്ല. അതായത് ലാപ്ടോപ്പ് വർക്ക് ചെയ്തിട്ടാ വരുന്നത്, അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ആ വർക്ക് ചെയ്ത് കഴിഞ്ഞ് വരുന്ന ലാപ്ടോപ്പ് വരെ പുറത്ത് വെച്ചിട്ട് മീൻസ് ഇറ്റ്സ് ലിറ്റിൽ ബിറ്റ് ഹേർട്ടിങ് എന്ന് തന്നെ പറയാം. കഴിഞ്ഞ കുറച്ച് കാലം മുമ്പ് വരെ എന്താ പറയാ, അവിടെ ഇങ്ങനത്തെ ക്ലോക്ക് റൂം ഇല്ലാത്ത സമയത്ത് അവിടെ മരത്തിലും അല്ലെങ്കിൽ സൈഡത്തെ ആ ഒരു സിമെന്റിന്റെ ബോളിലൊക്കെ കെട്ടി വെച്ചിട്ടാണ് ആൾക്കാർ കളി കാണാൻ പോയി വരുന്നുണ്ടായിരുന്നത്. ഇപ്പൊ ക്ലോക്ക് റൂം വന്നിട്ടുണ്ട്, എന്നാലും അതിന്റെ സ്റ്റാൻഡേർഡും സേഫ്റ്റിയും സെക്യൂരിറ്റി ഒക്കെ ഒന്ന് റേസ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഉള്ളിൽ കയറിയ അവിടുത്തെ ഞാൻ ബേസിക്കലി ഞാൻ ഫാമിലി ആയിട്ട് കളി കാണാൻ പോകണം. എന്റെ അച്ഛനും അല്ലെങ്കിൽ എന്റെ അമ്മയ്ക്കായിട്ട് കളി കാണാൻ പോകുന്ന ഒരാളാണ് ഞാൻ. ഫാമിലി ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ വൺ ഓഫ് ദി മെയിൻ തിങ് ഇസ് ടോയ്ലറ്റ്സ്. സ്റ്റേഡിയത്തിലെ എല്ലാ സ്റ്റാൻഡിലും അല്ലെങ്കിൽ എല്ലാ ബ്ലോക്കിലും ടോയ്ലറ്റ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ അതിന്റെ ഉള്ളിൽ ഒരു പ്രാവശ്യം കയറിയ പിന്നെ അങ്ങോട്ട് കയറാനേ തോന്നില്ല. അതാണ് അവിടുത്തെ അവസ്ഥ. ദീസ് ആർ ദ ബേസിക് തിങ്സ് റൈറ്റ്. പിന്നെ മഴ പെയ്താൽ പറയണ്ട, അതിന്റെ ഉള്ളിലത്തെ വെള്ളം സ്റ്റേഡിയത്തിൽ നിന്ന് ചോർന്നു വരുന്ന വെള്ളം കൂടി അവിടെ ആകെ മെസ്സപ്പ് ആവുകയാണ്. സോ ദീസ് ആർ ദ ബേസിക് തിങ്സ്. അത് എന്തായാലും ഇമ്പ്രൂവ് ചെയ്യണം. പിന്നെ തിരിച്ച് കളി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഈ ഒരു സ്റ്റാൻഡിൽ നിന്ന് നമ്മുടെ റോഡിലേക്ക് ഇറങ്ങുന്ന സ്ഥലം, അതായത് ഇറങ്ങിയിട്ട് ആ സ്റ്റെപ്സിന്റെ അവിടെയൊക്കെ മിക്ക കളികളിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ലൈറ്റിംഗ് കൂടി ഇല്ല. ആൾക്കാരെ ടോർച്ച് ഫ്ലാഷ് ലൈറ്റ്സ് എടുത്തിട്ടാണ് അതുകൂടെ പോകുന്നത് തന്നെ. സോ നമ്മൾ ഇത്തരം ടിക്കറ്റിന് പൈസ കൊടുത്ത് പോകുന്നത് തന്നെ ആയതുകൊണ്ട് ദീസ് ആർ ദ ബേസിക്സ്. നമുക്ക് മാനേജ്മെന്റ് അല്ലെങ്കിൽ ലീഗ് ഒഫീഷ്യൽസ് ആരാവും അതിന്റെ അതോറിറ്റീസ് വാട്ടർ മേ ബി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഇതാണ്. പിന്നെ ഒബിയസ്ലി ഡ്രിങ്കിങ് വാട്ടറിന്റെ ഉണ്ട്, പക്ഷേ ഇറ്റ്സ് ഓൾ ലിമിറ്റഡ്. അല്ലെങ്കിൽ നമ്മൾ പൈസ കൊടുത്ത് മേടിക്കേണ്ട അവസ്ഥയുണ്ട്. ബോട്ടിൽസ് ഒന്നും ഉള്ളിൽ കയറ്റാത്തതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് മേടിക്കേണ്ട ഒരു ഇതുണ്ട്. ഐ മീൻസ് അവിടെ ഉള്ളതില് ഫിൽറ്റേഴ്സ് വെച്ചിട്ടുള്ള വാട്ടേഴ്സ് ഉണ്ട്, പക്ഷെ അത് കുറച്ച് ഹാഫ് ടൈം ആകുമ്പോഴേക്കും അതിന്റെ സ്റ്റോക്ക് കഴിയാണ്. പിന്നെ അവിടുത്തെ പൈപ്പ് വാട്ടർ വരെ ആൾക്കാർ കുടിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. ഞാൻ പറയുന്നത്, ഞാൻ ബ്ലോക്കിലിരുന്ന് ബ്ലോക്ക് എഫിലാണ് ഞാൻ ഇരിക്കാറ്. അറിയാലോ, 600-700 രൂപയാണ് ആ ടിക്കറ്റിന് ബേസിക് ആയിട്ടുള്ളത്. അവിടെ വരെ ഇങ്ങനത്തെ ഒരു സംവിധാനം നിലവിലില്ല. സോ അതാണ്. പിന്നെ നമുക്ക് ഈ ഫ്ലാഗിന്റെ സ്റ്റിക്കും അതൊന്നും ഉള്ളിലേക്ക് കയറാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടം പോലെ സ്പോൺസേഴ്സ് ഉണ്ട് ക്ലബിനെല്ലാം. അപ്പൊ സ്പോൺസേഴ്സിന് ഓരോ ചിയർ ഐറ്റംസ് അവിടെ വെക്കാന്നേ ഉള്ളൂ. സ്കാർഫായിട്ടും അവരുടെ ഒരു ബ്രാൻഡിങ്ങുമായി ഫാൻസിന് ഒരു IPL കണ്ടാ അറിയാലോ, കയ്യിൽ വെക്കാനുള്ള 6-ന്റെ ഫോണ്ട് അങ്ങനത്തെ അല്ലേ ഉദ്ദേശിക്കുന്നത്. അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാന്നല്ലേ ഉള്ളൂ. നമ്മുടെ സ്പോൺസേഴ്സിന്റെ ഒരു സ്പോൺസർ ഇപ്പൊ ബാറ്ററി കഴിഞ്ഞ പ്രാവശ്യം പുറത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അതുപോലെ സ്റ്റേഡിയത്തിന്റെ ഉള്ളിൽ കയറിയിട്ട് അവിടെ എന്തെങ്കിലും ഡിസ്പ്ലേ പോലെ വെച്ച ഫാൻസിനും അതുപോലെ ഒരു സ്പോൺസർ ചെയ്യുന്ന കമ്പനിക്കും ഒരു ബെനിഫിറ്റ് ആയിരിക്കും. ഇപ്പൊ യെല്ലോ സ്കാർഫ് ആയിരിക്കാം അല്ലെങ്കിൽ വെറും ഫ്ലാഗ് ആയിരിക്കാം. അതൊക്കെ അവിടെ കോംപ്ലിമെന്ററി കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റേഡിയത്തിന്റെ ഔട്ട്ലുക്ക് തന്നെ മാറുകയും ചെയ്യും, ഫാൻസിന് ഒരു ഇൻട്രസ്റ്റ് ആവുകയും ചെയ്യും. അധികം മെനക്കേടില്ലാതെ ഇൻവോൾവ് ചെയ്യാൻ പറ്റിയ സംഭവങ്ങളാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സോ ഇതാണ് എനിക്ക് തോന്നിയ കാര്യങ്ങൾ. ജസ്റ്റ് റേസ് ചെയ്തെന്ന് തോന്നുന്നു. അത്ര. താങ്ക് യു. താങ്ക് യു ബ്രോ. വെരി വാലിഡ് പോയിന്റ്സ് ആയിട്ടാണ് തോന്നുന്നുണ്ടല്ല. ഒന്നും ഞങ്ങൾ ഈ എല്ലാ ഇതും എക്സ്പീരിയൻസ് ചെയ്തതാണ്. ലൈക്ക് ബ്രോട്ട് പറഞ്ഞ പോലെ ബാഗൊക്കെ മരത്തിലിട്ടിട്ട് പോലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോ വേറെ ആർക്കെങ്കിലും കൺസേൺസ് ഉണ്ടോ? നേരിട്ട് ഈ ഓൺലൈൻ എന്തെങ്കിലും ഇഷ്യൂസും അല്ലാതെ സ്റ്റേഡിയത്തിന് വേറെ എന്തെങ്കിലും, ഇപ്പം പ്രണവ് പറഞ്ഞ കറക്റ്റ് പോയിന്റ്സ് ആണ്, വാലിഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് മെയിൻലി നമ്മൾ സംസാരിക്കും എന്ന് തന്നെയാണ് സംസാരിക്കണം എന്തായാലും ക്ലബുമായിട്ട്. തീർച്ചയായും അടുത്ത ഫാബ് മീറ്റിംഗ് മറ്റേ ഇവരെ മീറ്റിംഗിൽ മാനേജ്മെന്റ് എല്ലാം മീറ്റിംഗിൽ ഇത് ഫസ്റ്റ് പ്രോബ്ലംസ് ആയിട്ട് റേസ് ചെയ്യാം. നമ്മൾ ഈ കോൺടാക്ട് ഫോമിൽ വരുന്നതും നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്നതും എല്ലാം നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത് ടീമുമായിട്ട്, ഫാബിലെ മൊത്തം ടീമുമായിട്ട് സംസാരിച്ച് പ്രയോറിറ്റി അനുസരിച്ചായിരിക്കും ക്ലബുമായിട്ട് മീറ്റ് ചെയ്യുന്നത് സംസാരിക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം നല്ലൊരു ഹൈ പ്രയോറിറ്റി തന്നെ ആയിരിക്കും അതിനകത്ത് വരുന്നതെന്നാണ് എന്റെ വിശ്വാസം. അടുത്ത ജെറമി ഓക്കെ. അപ്പം പ്രണവ് ബ്രോ പറഞ്ഞെല്ലാം ഓൾമോസ്റ്റ് ഞാൻ പറയാനിരുന്ന കാര്യങ്ങളാണ്. ഒരൊറ്റ കാര്യം കൂടെ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. ഞാൻ ഐ എം വർക്കിംഗ് ഫോർ എ മീഡിയ. അപ്പൊ ആ മീഡിയയിൽ ഞാൻ വർക്ക് ചെയ്തപ്പം ഞങ്ങൾക്കൊരു ആർട്ടിക്കിൾ എനിക്ക് എഴുതാൻ പറ്റി JLNനെ കുറിച്ച്. അപ്പൊ അതിനകത്ത് ഈ ഇടയ്ക്ക് ഒരു സ്റ്റീമർ പൊട്ടിത്തെറിക്കുകയും ആക്സിഡന്റ് ഒക്കെ ഉണ്ടായി. സോ അതിനെക്കുറിച്ച് ഞാൻ ആർട്ടിക്കിൾ എഴുതിയപ്പം റിസർച്ച് ചെയ്ത് കണ്ടപ്പം എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമുക്ക് എന്താ പറയുന്നത്, ഈ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ഉള്ള ആൾക്കാർക്ക് ഒരു ആക്സസ് പോയിന്റ് ഇല്ല. മാത്രമല്ല ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ബേസിക് ആയിട്ട് നമ്മൾ എന്താ പറയുക, നമ്മൾ ഫേസ് ചെയ്യുന്ന കാര്യങ്ങളാണ്.
പക്ഷെ ടെക്നിക്കലായിട്ട് നമുക്ക് എന്താ പറയുന്നത് അവിടെ സേഫ്റ്റിയുടെ കുറെ കാര്യങ്ങളുണ്ട്. സോ അതൊക്കെ ക്ലബ്ബ് റേസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും ആസ് ഫാബ് എനിക്ക് തോന്നുന്നു വി ക്യാൻ ഡു വൺസ് അഗൈൻ ഒരു പുഷ് നമുക്ക് കൊടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് മെയിൻ ആയിട്ട് തോന്നിയ കാര്യങ്ങൾ സേഫ്റ്റിയുടെ കുറച്ച് കൺസേൺസ് ഉണ്ട്. ആൻഡ് പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ഡിസബിലിറ്റി ഉള്ള ആൾക്കാർക്ക് അവർക്ക് ഇച്ചിരി ഒരു ഡിഫിക്കൽട്ടീസ് ഉണ്ട് മാച്ച് ഡേ എക്സ്പീരിയൻസിൽ. അപ്പം നമുക്കറിയാം സാബിത്ത് എന്നൊക്കെ പറയുന്ന കുറെ എനിക്ക് അറിയാവുന്ന ആൾക്കാരുണ്ട്. സോ അവരൊക്കെ ആക്റ്റീവായിട്ട് നമ്മുടെ ടീമിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. സോ ഇങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിട്ട് എന്താ പറയുന്നത് അവർക്ക് ഇച്ചിരി കൂടെ എൻഹാൻസ് ചെയ്യുന്ന തരത്തിൽ. പിന്നെ ഫാൻ ഫോറത്തിൽ ഒരാൾ ചെളിയുടെ കാര്യം പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ അങ്ങനെ ഒരു റെസ്പോൺസ് ഇട്ടിരുന്നു. സോ അതും വേറൊരു കാര്യമാണ്. അത് എനിക്കൊന്ന് പ്രണവ് ബ്രോ പറഞ്ഞിരുന്നു. സോ ഇതാണ് സേഫ്റ്റി ഇച്ചിരി കൂടെ. കാരണം സേഫ്റ്റി കൺസേൺ ആയിട്ട് എനിക്കറിയാം നമ്മുടെ വീട്ടിൽ ഞാനിപ്പം കളി കാണാനൊക്കെ ചെല്ലുമ്പോൾ എന്റെ വീട്ടിലും അപ്പ പറയും എടാ ഇതുപോലെയാണ് ഭയങ്കര സ്റ്റേഡിയത്തിന്റെ അവസ്ഥ ശോകമാണ്. അപ്പൊ ഞാൻ എന്റെ ക്ലാസ്സിനൊക്കെ വരുമ്പോൾ അപ്പ പറയും. അതുകൊണ്ടാണ് അപ്പം ഫാമിലിയൊക്കെ നമ്മൾ പലപ്പോഴും കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് വരാനൊരു മടിയുണ്ട്. കാരണം വന്നിട്ടില്ല, കാരണം ഈ ഒരു പേടിയുണ്ട്. കാരണം അവര് ന്യൂസ് ഒക്കെ കാണുന്നതല്ലേ. എന്നാലും നമ്മൾ ആ ഇതിൽ വരുന്നതാണ്. പക്ഷെ അപ്പൊ അവർ പറയുന്ന കാര്യം ഇങ്ങനെ സേഫ്റ്റി കൺസേൺസ് ഈ പ്രായമായവർക്കാണ് പ്രത്യേകിച്ച്. കാരണം അറിയാലോ ഒരു തീപിടുത്തം അങ്ങനെയൊന്നും ഉണ്ടാവില്ല, എന്നാലും സ്റ്റേഡിയമാണ് വലിയ ആൾക്കാർ. പിന്നെ അതുപോലെ ബ്ലോക്കിന്റെ ഒക്കെ കറന്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് വളരെ ശോചനീയമാണ്. സോ ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു സേഫ്റ്റി എക്വിപ്മെന്റ്സ്, അതുപോലെ ബ്ലോക്കിന്റെ ഈ ആക്സസ് പോയിന്റ്സ്, പെട്ടെന്നൊരു ഇൻ കേസ് ഓഫ് എനി ഡേഞ്ചർ ഒരു ഇവാക്വേഷൻ പോയിന്റ്സ് നമുക്ക് വേണം. പിന്നെ ഈ സ്റ്റേഡിയത്തിന്റെ ആ ഒരു എക്സ്പീരിയൻസ് ഫ്രണ്ടിലുള്ള ആ കുറച്ച് മെസ്സപ്പ് ആസ് പെർ ആ ക്ലോക്ക് റൂമിന്റെ കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതാണ് എനിക്ക് ബേസിക്കലി പറയാനുള്ള കാര്യങ്ങൾ. താങ്ക് യു ബ്രോ. നമുക്ക് ഇതിന്റെ ടൈം അപ്പായി. അപ്പൊ ഫോറിൻ ഫാൻസിനോട് ഒരു ക്വസ്റ്റ്യൻ, നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? ലൈക്ക് ഓൺലൈൻ സ്ക്രീനിങ് എക്സ്പീരിയൻസസ്, ലൈക്ക് നമ്മളിപ്പോ വൺ ഫുട്ബോൾ ആണ് നമ്മൾ യൂറോപ്പിൽ ഉപയോഗിക്കുന്നതെന്ന് അറിയാം. അത് ഫ്രീ ആണ്, അത് പ്രശ്നമില്ല, സോ ആക്സസിബിൾ ആണ്. അല്ലാതെ ഇപ്പം ആഫ്രിക്കയാണ് മുഹമ്മദ് ബ്രോ ഉണ്ട്. അപ്പോൾ വേറെ എന്തെങ്കിലും കൺസേൺസ് റേസ് ചെയ്യാം? പിന്നെ ജിയാന ഉണ്ട്, ഇംഗ്ലണ്ടിന് തന്നെയാണോ? ഇപ്പോൾ ഡു യു ഗേസ് ഹാവ് എനി കൺസേൺസ് അബൌട്ട് ഓൺലൈൻ എക്സ്പീരിയൻസ്, സ്ട്രീമിംഗ് എക്സ്പീരിയൻസ്? അല്ല, ഓൺലൈനിലായിട്ട് പ്രത്യേകിച്ചൊന്നും മാറ്റങ്ങൾ. വൺ ഫുട്ബോൾ ഓക്കെയാണ്. പിന്നെ ഇപ്പൊ ഇവര് പറഞ്ഞ പോലെ സ്റ്റേഡിയം എക്സ്പീരിയൻസ് നമ്മൾ നേരിട്ട് അറിഞ്ഞിട്ടില്ല, അതുവരെ സ്റ്റേഡിയത്തിൽ പോയി കണ്ടിട്ടില്ല. പക്ഷെ എല്ലാ മാച്ചും ഓൺലൈനിലായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഇതിനെക്കുറിച്ചോ സ്റ്റേഡിയം എക്സ്പീരിയൻസ് എനിക്ക് ഇല്ല, അതിനെക്കുറിച്ച് എനിക്ക് അറിയാല്ല. ഇവര് പറഞ്ഞപ്പോ വളരെ മോശമായി തോന്നുന്നുണ്ട്. അതിൽ എന്തായാലും ഒരു മാറ്റം വരുത്തുന്നുണ്ട്. തീർച്ചയായും ഈ പോയിന്റ്സ് മാനേജ്മെന്റ് ആയിട്ട് എന്തായാലും റേസ് ചെയ്യുന്നത് വിത്ത് ഹൈ പ്രയോറിറ്റി. അജയ് ബ്രോ പറഞ്ഞ പോലെ തന്നെ ഹൈ പ്രയോറിറ്റി ആയിട്ട് തന്നെ ഞങ്ങൾ ഈ പോയിന്റ്സ് പുഷ് ചെയ്യുന്നതാണ്. ഇത് ക്ലബ്ബ് മാച്ച് ഡേ എക്സ്പീരിയൻസ് ആണല്ലോ ഒരു ക്ലബിനെ മെയിൻ ആയിട്ട് എന്താണ് ആക്കുന്നത്. ലൈക്ക് അവിടെ പോയി കാണും, നമ്മൾ ബ്ലാസ്റ്റേഴ്സ് എന്താണുള്ളതും അവിടെ പോയാൽ അറിയാൻ പറ്റും. എന്നാലാണ് റിയൽ ആയിട്ട് ഒരു ഫാൻ എന്താണ് ഫീൽ ചെയ്യാൻ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ മാച്ച് ഡേ എന്തായാലും ഇമ്പ്രൂവ് ചെയ്യുന്നതാണ്. നമുക്ക് സെക്കൻഡ് പോയിന്റിലേക്ക് പോകാം, ക്ലബ് കമ്മ്യൂണിക്കേഷൻ അപ്ഡേറ്റ്സ്. ഇത് ഞങ്ങളുടെ ഭാഗത്തുനിന്നുള്ളതല്ല, ക്ലബിന്റെ ഭാഗത്തുനിന്നുള്ള, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തുനിന്നുള്ള കമ്മ്യൂണിക്കേഷൻ ആൻഡ് അപ്ഡേറ്റ്സ്. അതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും കൺസേൺസ് ഉണ്ടോ? ഫാബിന്റെ അല്ല. ഇതിൽ എനിക്ക് തീർച്ചയായിട്ടും, കാരണം ഇത് പറയണം എന്ന കരുതി തന്നെ വന്നത്. അപ്പം നമുക്കിപ്പം ട്രെയിനിങ് ഫെസിലിറ്റി നമ്മൾ ബിൽഡ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഫാബിന്റെ തന്നെ ഫസ്റ്റ് ആ ഒരു മീറ്റപ്പിലാണ് തോന്നുന്നു. അബിക്ക് സിഒ പുള്ളി പറഞ്ഞു. ഓക്കെ. അപ്പൊ ഇതിന് ശേഷം ഇതിന്റെ ഫോളോ അപ്പ് നമുക്ക് എന്താണെന്ന് അറിയത്തില്ല. അപ്പൊ ബാക്കിയുള്ള ഫാൻസിനെ സംബന്ധിച്ചിട്ട് അവർ വിചാരിക്കും ഇങ്ങനെ പറഞ്ഞിട്ട് കളിപ്പിക്കുന്ന കാര്യമാണ്. ഇപ്പോ നമ്മുടെ കറന്റ് മാനേജ്മെന്റ് എനിക്ക് അവര് 2017 നമ്മുടെ ക്ലബിനെ ഏറ്റെടുത്തത്. അപ്പോൾ ഏറ്റെടുത്ത് ആ ഒരു വർഷം നമ്മുടെ ഓണർ എന്ന് പറയുന്നത് ശ്രീ നിമകന്ത പ്രസാദ് പുള്ളി എന്ന് പറഞ്ഞിരുന്നു നമ്മൾക്ക് സ്റ്റേഡിയം എന്ന് പറയുന്നത് പ്രയോറിറ്റി ആണ്. അപ്പോ ഈ നിഖിൽ വന്നതോ അല്ലെങ്കിൽ നിഖിൽ പുള്ളി വന്ന് ഏറ്റെടുത്തോ അല്ലെങ്കിൽ പുള്ളി ആയിരുന്നു കുറെ കാലങ്ങളോളം ചെയ്തിരുന്നതെന്നൊക്കെ അറിയാത്തവരുണ്ട്. അപ്പൊ അവരൊക്കെ അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സ്റ്റേഡിയം വരും, ഈ മാനേജ്മെന്റ് പണിയും ആ ഒരു ഇതിലേക്ക് ഇരിക്കുന്നത്. ഞാൻ ഈ ഇടയ്ക്ക് റീസെന്റ് ഫേസ്ബുക്കിലാണ് തോന്നുന്നു ഞാൻ ഇങ്ങനെ ഒരു കമന്റ് ബോക്സിൽ പോയി പെട്ടെന്ന് പോയപ്പോ ഇതിനെക്കുറിച്ച് പണ്ട് ഇവർ ഇങ്ങനെ പറഞ്ഞു വന്നതാണ്. വർഷം 7-8 കഴിഞ്ഞു, ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല. അതുപോലെ ഇപ്പൊ ഞാൻ പറഞ്ഞു ട്രെയിനിങ് ഇപ്പൊ റീസെന്റ് ആയിട്ട് പെട്ടെന്ന് ഞാൻ ഓർത്ത ട്രെയിനിങ് തന്നെയാണ്. കാരണം ട്രെയിനിങ്ങിനെ കുറിച്ച് ഇങ്ങനെ പ്രോമിസ് ചെയ്തിട്ട് അതിനെ കുറിച്ച് ഒരു ഫ്യൂച്ചർ അപ്ഡേറ്റ് ഒന്നുമില്ല. ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ യൂറോപ്യൻ ഫുട്ബോളിൽ റയലിനെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്, റയൽ മാഡ്രിഡ്. സോ മാഡ്രിഡിനെ ഫോളോ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഞങ്ങൾക്ക് ഈയിടെയാണ് സ്റ്റേഡിയം ഒന്ന് റിനോവേറ്റ് ചെയ്യുന്ന ഒരു ഇതുണ്ടായത്. അപ്പൊ അതിനെക്കുറിച്ച് റെഗുലർ ആയിട്ട് അപ്ഡേറ്റ് ക്ലബ്ബ് തന്നുകൊണ്ടിരുന്നു. സോ എനിക്ക് തോന്നുന്നത് യൂറോപ്യൻ ഫുട്ബോൾ ഫോളോ ചെയ്തിട്ടാണ് മിക്കവാറും പേര് ബ്ലാസ്റ്റേഴ്സിനെ ഫോളോ ചെയ്തത്, ബാറിങ് സം എക്സെപ്ഷൻസ്. ഈ എക്സെപ്ഷൻ മാറ്റി വെച്ചാൽ ബാക്കിയുള്ള മിക്കവാറും പേരും എന്താ പറയുന്നത് യൂറോപ്യൻ ഫുട്ബോൾ കണ്ടു വളർന്നവരാണ്. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് നിന്ന് ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കൊരു ബെഞ്ച് മാർക്ക് ഉണ്ട് ഫുട്ബോളിംഗ്. ആ ഒരു മാനേജ്മെന്റിനെ സംബന്ധിച്ചൊരു ബെഞ്ച് മാർക്ക്. അതിനിപ്പോ എത്ര വേഴ്സ് മാനേജ്മെന്റ് ഇപ്പൊ നമ്മള് യുണൈറ്റഡിന്റെ ഒക്കെ ഫാൻസ് ഇവിടെ ഉണ്ടെന്ന് അജയ് ബ്രോ ഒക്കെ ഉണ്ടല്ലോ,
ഇംഗ്ലണ്ട് ടീം. സോ അവർക്കറിയാം അവർക്ക് വളരെ ഒരു മോശം ഫേസിൽ കൂടിയാണ് പോകുന്നത്. പക്ഷെ എന്നാലും അവിടെ റെഗുലർ ആയിട്ട് അപ്ഡേറ്റുകൾ കിട്ടുന്നുണ്ട്. ലേ ഓഫ് ആണെങ്കിലും അതുപോലെ മറ്റെന്ത് കാര്യങ്ങളും ഇപ്പം ക്ലബ്ബ് സ്റ്റേഡിയം റിലേറ്റഡ് ആണെങ്കിലും എന്തായാലും ഇപ്പൊ ഞാൻ ട്രെയിനിങ്ങിന്റെ കാര്യം പറഞ്ഞു. ട്രെയിനിങ്ങിന് അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ട് എന്തുകൊണ്ട് ട്രെയിനിങ് അത്ര വൈകുന്നു അതിനെക്കുറിച്ച് നമുക്ക് ഒരു അപ്ഡേറ്റ് വന്നിട്ടില്ല അല്ലെ. സോ ഇത് നമുക്ക് ഒരു ക്ലബ് എന്ന് പറയുമ്പോൾ നമുക്ക് ബ്രിഡ്ജ് ചെയ്യാൻ ഒരു ഫാൻസുമായിട്ട് എപ്പോഴും ഒരു ആക്സസ് വേണം. അപ്പം കുറച്ച് പേര് മാത്രം അറിഞ്ഞു പോകുന്നതിലല്ല എനിക്ക് തോന്നുന്നു കോമൺ ഫാൻസ് അപ്പൊ സോഷ്യൽ മീഡിയ മാത്രം യൂസ് ചെയ്ത് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കൂടി അറിയുന്ന കുറച്ച് പേരുണ്ട്. അല്ലെങ്കിൽ അവർക്ക് ഇൻസൈഡ് ദ ക്ലബ് വാട്ട് ഈസ് ഹാപ്പനിങ് അതറിയണം. അത് ഐ മീൻ എന്താ പറയുന്നത് എപ്പോഴും അവർക്ക് അറിയാൻ ഒരു ആകാംക്ഷ അവർക്കുണ്ട്. മാത്രമല്ല നമ്മൾ മുന്നത്തെ കാര്യങ്ങളിൽ മഞ്ഞപ്പടയൊക്കെ ആയിട്ട് മീറ്റിംഗ് നടന്നു. അപ്പൊ ഇതിലൊക്കെ എന്ത് നടന്നു എന്ന് അറിയുന്നില്ല. പക്ഷെ ഇപ്പൊ മിനിറ്റ്സ് വെക്കുന്നുണ്ട്, അതൊരു നല്ല കാര്യം തന്നെ. അപ്പോ ഞാൻ പറയുന്നത് ഒന്ന് ഫാബ് അങ്ങനെ ചെയ്യുന്നത് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ അതൊരു കാര്യം ചെയ്യണം. പിന്നെ എപ്പോഴും ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ ആൾക്കാർക്ക് അറിയാൻ പറ്റണം. ആ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. സോ അതാണ് ക്ലബ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് അപ്ഡേറ്റ്. ക്ലബ്ബ് തരുന്ന ഓരോ അപ്ഡേറ്റും അതിന്റെ ഫോളോ അപ്പ് നമുക്ക് തീർച്ചയായിട്ടും വേണം. കാരണം ഇതറിയാതെ ആയിരിക്കുന്ന കുറെ പേരുണ്ട്, അല്ലെ പത്രങ്ങളിൽ നിന്ന് മാത്രം വായിച്ചറിയുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഇച്ചിരി കൂടെ എനിക്ക് തോന്നുന്നു നമ്മുടെ PR, നമ്മുടെ ക്ലബിന്റെ ഒരു PR നമുക്ക് ഇച്ചിരി കൂടെ ബെറ്റർ ആക്കാം. PR എന്ന് പറയുമ്പോൾ എന്താ പറയുന്നത്, ചുമ്മാ എന്താ ക്ലബിനെ ബൂസ്റ്റ് ചെയ്തൊരു ആർട്ടിക്കിൾ എഴുതുന്ന അല്ല. നമ്മുടെ ന്യൂസ് ഇപ്പൊ നമ്മുടെ എനിക്ക് തോന്നുന്നു മലയാള മനോരമ നമ്മുടെ മീഡിയ പാർട്ട്ണറാണെന്ന് തോന്നുന്നു. ഇതിലൂടെയൊക്കെ പക്ഷെ നമ്മുടെ ശരിക്കും പറഞ്ഞ ബ്ലാസ്റ്റേഴ്സിന്റെ ന്യൂസ് എന്താ പറയുന്നത് വളരെ തീരെയും കുറവായിട്ടാണ് ഈ ഒരു മനോരമയിലൊക്കെ വരുന്നത്. ഇപ്പൊ പെർഫോമൻസ് ഒക്കെ നല്ല ലോ ആണെങ്കിൽ ഒരു കോളം പോലെ ആയിരിക്കും ചിലപ്പം എന്താ പറയുന്ന ഒരു മാച്ച് നടന്നോ അല്ലെങ്കിൽ അതിന്റെ റിസൾട്ടിനെ കുറിച്ചൊക്കെ പലപ്പോഴും എന്താ പറയുക ഫീച്ചർ ഉണ്ടാവുക. അപ്പൊ ഇതൊന്ന് ഇച്ചിരി കൂടെ നല്ലതാക്കിയാൽ കൊള്ളാം. കാരണം സോഷ്യൽ മീഡിയ മാത്രം ഇപ്പൊ യൂത്ത്സിനെ സംബന്ധിച്ച് അവർക്ക് സോഷ്യൽ മീഡിയ വഴി ഇച്ചിരി ആക്സസ് ഉണ്ട്. പിന്നെ ഇച്ചിരി കൂടെ വർക്കിംഗ് പ്രൊഫഷണൽസിനാണെങ്കിൽ അവർക്ക് ഇൻസൈഡ് ആക്സസ് ഉണ്ട്. പക്ഷേ ഈ പ്രായമുള്ളവരൊക്കെ സംബന്ധിച്ചിട്ട് ഇത് പത്രങ്ങൾ മാത്രം വായിച്ചറിയുന്നവരാണ്. അപ്പം ഒന്ന് ക്ലബിന്റെ ഉള്ളിൽ നടക്കുന്ന എന്തൊരു അപ്ഡേറ്റ് ആണെങ്കിലും അത് ന്യൂസിൽ കൂടെ ന്യൂസ് മീഡിയസിൽ കൂടെ അത് ബ്രേക്ക് ചെയ്യാൻ പറ്റണം. അതുപോലെ PR ഇച്ചിരി കൂടെ സ്ട്രോങ് ആക്കണം, ആൾക്കാർക്ക് ഇച്ചിരി കൂടെ അറിയാൻ പറ്റണം. സോ ഇതെനിക്ക് ഒരു കാര്യമായി പറയണം തോന്നിയിട്ടുണ്ട്. മാത്രമല്ല ഇപ്പം ക്ലബിനെ സംബന്ധിച്ചിട്ട് റിലേറ്റീവ് ടു ക്ലബ് ഇപ്പം ഭയങ്കര നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അത് ക്ലബ്ബ് എന്റെ ടോപ്പിലിരിക്കുന്നവർ അറിയുന്നില്ല എന്ന് എനിക്കറിയത്തില്ല. കാരണം ഇപ്പൊ തന്നെ നോക്കും നമ്മുടെ ഈ ഒരു മീറ്റിംഗ് 11 പേരേ ഉള്ളൂ. യൂഷ്വലി ഒരു ബ്ലാസ്റ്റേഴ്സ് ഇങ്ങനെ ഒരു മീറ്റിംഗ് നടക്കുകയാണെങ്കിൽ ഞാനൊക്കെ കോവിഡ് ടൈമിൽ നമ്മൾ കുറെ സ്പേസും എക്സൽ സ്പേസും അതുപോലെ സൂം മീറ്റിംഗ്സിലൊക്കെ കയറിയിട്ടുള്ള. അപ്പം യൂഷ്വലി ഒരു എന്താ പറയുന്ന ഒരു ഓർഗനൈസ്ഡ് അല്ലാത്തടത്ത് പോലും ഒരു മിനിമം ഒരു 100 അല്ലെങ്കിൽ ഒരു 50 to 100 ഗ്യാരണ്ടീഡ് ആണ്. ഇപ്പൊ നോക്കി 11 പേരേ ഉള്ളൂ. ഇൻവൈറ്റ് ചെയ്തു എന്ന് പറയാം, എന്നാൽ സ്റ്റിൽ അത് നോക്കാൻ ഒരു നെഗറ്റിവിറ്റിയുടെ പാർട്ടായിട്ട് കാണും. കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളോട് പറഞ്ഞു ഇങ്ങനെ FAB വഴി നിങ്ങൾ ഇതുപോലെ ഒന്ന് പറയുന്നു പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു ഇതൊക്കെ എന്താണ്, ഇതൊക്കെ വെറും തട്ടിക്കൂട്ട് പരിപാടിയാണ്. പിന്നെ എനിക്ക് കുറെ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റി. എനിക്ക് ഇതൊക്കെ നല്ല ഇനീഷ്യേറ്റീവ് ആണ്. ഇപ്പൊ നമ്മൾ ക്രൈവിനെ സംബന്ധിച്ചിട്ട് ക്രൈവിൻ നല്ലൊരു ഇനീഷ്യേറ്റീവ് ആയിരുന്നു. എനിക്ക് ആക്ച്വലി ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇപ്പൊ നമ്മൾ യൂറോപ്യൻ ഫുട്ബോൾ ആഴ്സണലും അതുപോലെ ചില ക്ലബുകൾ ചെയ്യാറുള്ളത്. പക്ഷേ അതിനെക്കുറിച്ച് പബ്ലിക്കായിട്ട് ഒരു ഇമേജ് വരുന്നത് വെച്ചാൽ അത് എന്താ പറയുന്നത് ക്യാഷ് മേക്കിംഗ് സോഴ്സ് എന്നാണ് പലരും അത് ചിന്തിച്ചിരിക്കുന്നത്. ഇതിൽ തന്നെ എത്ര പേര് അതിനെ ചിലപ്പോൾ എന്താ പറയുക ക്യാഷ് മേക്കിംഗ് സോഴ്സ് ആയിട്ട് കണക്കാക്കുന്നവരുണ്ടായിരിക്കാം. പക്ഷെ എന്നെ സംബന്ധിച്ച് അതൊരു നല്ലൊരു ഐഡിയ ആണ്. അപ്പൊ ഈ ഒരു ഐഡിയ ഒക്കെ ഇവർ എന്താണ് ഇതിൽ കൂടി ഉദ്ദേശിക്കുന്നതെന്ന് പ്രോപ്പറായിട്ട് കോമൺ ഫാൻസിനെ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അവർക്കത് ഇച്ചിരിയോടെ മനസ്സിലാക്കി കൊടുക്കാൻ ഒരു മീഡിയം നമുക്ക് വേണം. അതിനെ എന്താ പറയുന്നത് നമുക്ക് മീഡിയയുടെ ആവശ്യമുണ്ട്, അതുപോലെ മറ്റു പല കാര്യങ്ങളുണ്ട്. അപ്പൊ PR സ്ട്രോങ് ആക്കണം, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് എന്തൊരു അപ്ഡേറ്റ് നിങ്ങൾ തന്നാൽ അല്ലെങ്കിൽ പിന്നെ അപ്ഡേറ്റ് പറയരുത്. ഇപ്പൊ ട്രെയിനിങ്ങിന്റെ കാര്യം പറഞ്ഞു, പക്ഷെ അതിനെക്കുറിച്ച് പിന്നീട് ഒരു അപ്ഡേറ്റും വന്നിട്ടില്ല. ഇത് കുറച്ച് പേർക്ക് അറിയാം. അപ്പം ഞാൻ പറഞ്ഞു തരുന്നത് എല്ലാവർക്കും അറിയാൻ പറ്റണം. അപ്പൊ അതിന് ഇച്ചിരി കൂടെ ബെറ്റർമെന്റ് ഫ്രം ദ ക്ലബ്സ് പാർട്ട് അല്ലെങ്കിൽ ഫ്രം ദ മാനേജ്മെന്റ് പാർട്ട് അത് ഇച്ചിരി കൂടെ ബെറ്റർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇറ്റ് വിൽ ബി ഗുഡ്. താങ്ക് യു ബ്രോ. വേറെ ആർക്കെങ്കിലും എനിമോർ കമന്റ്സ്? വാലിഡ് കമന്റ്സ് തന്നെയായിരുന്നല്ല. ഒരു മിനിറ്റ് രാഹുൽ. താങ്ക്സ് ജെറമി. ലൈക്ക് ഇതിനകത്ത് നമ്മുടെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത് ഈ നമ്മൾ സെലക്ടഡ് ആയിട്ടുള്ള കുറച്ച് പേരെ മാത്രമേ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പം ഒരു 11 പേര് 10 പേരായിട്ടാണ് നമ്മൾ ഫസ്റ്റ് മീറ്റിംഗ് പ്ലാൻ ചെയ്തത്. കാരണം നമുക്ക് ആദ്യമായിട്ടാണ് നമ്മൾ ഈ ഒരു ഇനിഷ്യേറ്റീവ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ എല്ലാവരെയും വിളിച്ചിട്ടുമില്ല. സോ അതിനുശേഷം നെക്സ്റ്റ് മീറ്റിംഗിലേക്ക് നമ്മൾ അടുത്ത ആൾക്കാരെ വിളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിലാണ് നമ്മൾ ഇപ്പൊ ഈ ഒരു പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു അപ്ഡേറ്റിന്റെ കാര്യം ക്ലബ് കമ്മ്യൂണിക്കേഷൻ അത് നമ്മൾ ചോദിക്കുന്നതാണ്. റെഗുലർ അപ്ഡേറ്റ്സ് അവിടെ നിന്ന് കിട്ടുന്നതും നേരത്തെ രാഹുൽ പറഞ്ഞതുപോലെ ട്രാൻസ്പെറൻസി ആയാലും അക്കൗണ്ടബിലിറ്റി ആയാലും നമ്മൾ അത് വരുത്താൻ വേണ്ടി തന്നെയാണ് നമ്മൾ ശ്രമിക്കുന്നത്. കാരണം നമ്മൾ 1 വർഷം 4 മീറ്റിംഗ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ ഫസ്റ്റ് മീറ്റിംഗിൽ സംസാരിച്ചതിന്റെ റിപ്ലൈ അത് സെക്കൻഡ് മീറ്റിംഗിൽ കിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും അത് ചോദിക്കാനും അക്കൗണ്ടബിലിറ്റി കൊണ്ടുവരാനും പറ്റുമായിരിക്കും. മോർ കമന്റ്സ് ആരെങ്കിലും ഇനിയും സംസാരിക്കാനുള്ളവരൊക്കെ സംസാരിക്കാം. വേറെ ടോപ്പിക്സ് വരുമ്പോഴായാലും ലൈക്ക് നിങ്ങൾക്കുള്ളത് സംസാരിക്കാവുന്നതാണ്. ലൈക്ക് ക്ലബ് കമ്മ്യൂണിക്കേഷൻ അപ്ഡേറ്റ്സിൽ ഇനി മോർ കമന്റ്സ് ഇല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് 2 ടോപ്പിക്സ് 3 and 4 ഒരുമിച്ചെടുക്കാം. ടിക്കറ്റ്സ്
ഇൻക്ലൂഡിങ് സീസൺ ടിക്കറ്റ്സ് ആൻഡ് മെർക്കൻഡൈസ് നമുക്ക് ഒരുമിച്ചെടുക്കാം. ഈ ക്ലബ് കമ്മ്യൂണിക്കേഷനകത്ത് വരുന്നതിൽ നമുക്ക് ഡിജിറ്റൽ മീഡിയയിൽ വഴിയെന്നോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലുള്ള ക്ലബിന്റെ ആക്ടിവിറ്റീസ് എല്ലാം എല്ലാവരും ഹാപ്പിയാണോ? അങ്ങനത്തെ അതിനകത്ത് എന്തെങ്കിലും ടോപ്പിക്സ് സംസാരിക്കാനുണ്ടോ ആർക്കെങ്കിലും? ക്ലബ് കമ്മ്യൂണിക്കേഷൻ അതിനകത്ത് അതുവഴിയാണല്ലോ, നമ്മുടെ സോഷ്യൽ മീഡിയ വഴിയാണല്ലോ അവരുടെ അപ്ഡേറ്റ്സും എല്ലാം വരുന്നത്. സോ അവരുടെ ആക്ടിവിറ്റീസ് എല്ലാം എല്ലാവരും ഓക്കെ ആണോ? ഞാൻ ചോദിക്കുന്നേ ഉള്ളൂ. അടുത്ത ജെറമി. രണ്ടുപേരുണ്ട്. ചേട്ടാ ഞാൻ കഴിഞ്ഞ ദിവസം ചേട്ടനൊരു ചേട്ടാ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു എക്സിൽ കൂടെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ ഇട്ടിരുന്ന കണ്ടില്ലേ? അപ്പോ ഇപ്പൊ എനിക്കത് എക്സിൽ എനിക്കൊന്നും അത്രയും പ്രശ്നമില്ല. പക്ഷെ ഇൻസ്റ്റാഗ്രാമില് ക്ലബിനെതിരെ ഇപ്പം ഞാൻ പറയുന്ന ഒരു കാര്യം, എല്ലാ ഫാൻസും എന്നെ സംബന്ധിച്ച് എല്ലാം എന്താ പറയുക സെൻസിബിൾ ആയിട്ട് തന്നെ കമന്റ് ചെയ്യണം, അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ട് കമന്റ് ചെയ്യണം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ചിലർക്ക് അവരുടെ ഫ്രസ്ട്രേഷൻ തീർക്കുന്നത് അത് തീർച്ചയായിട്ടും അതൊരു അൺപ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ എന്നാലും ഫ്രസ്ട്രേഷൻ തീർക്കുന്നത് ഇങ്ങനെയുള്ള കമന്റ് ബോക്സിലേക്ക് കൊണ്ട് കമന്റ് ഇട്ടിട്ടാണ്. അപ്പോ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബ്ലോക്ക് ചെയ്യുന്നത് എനിക്ക് ഒരിക്കലും ഒരു നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നില്ല. അത് ഞാൻ ഫാൻ സെന്റിമെന്റ്സിൽ പറയാന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇതെനിക്ക് തോന്നുന്നില്ല എന്താ പറയുക നല്ലൊരു കാര്യമാണ്. കാരണം ക്ലബിനെതിരെ ക്ലബിനെതിരെ കമന്റ് ചെയ്യുന്ന ആൾക്കാരെ എല്ലാം ബ്ലോക്ക് ചെയ്യുന്നു. അത് ഇൻസ്റ്റാഗ്രാമിൽ നന്നായിട്ട് കാണുന്നു. ഫേസ്ബുക്കിലെ അവസ്ഥ എനിക്ക് കാര്യമായിട്ട് അറിയത്തില്ല. പക്ഷെ എക്സിലും അങ്ങനത്തെ വലിയൊരു പ്രശ്നമില്ല. പക്ഷെ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ കുറെ പ്രശ്നമുണ്ട്. അത് ഒരാൾ മാത്രമല്ല, പലരും ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം കഴിഞ്ഞ ദിവസം ഒരു സുമേഷ് തെക്കൻ എന്ന് പറയുന്ന ഒരാളുടെ സ്റ്റോറി പലർക്കും ഗ്രൂപ്പിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇങ്ങനെ കമന്റ് ഇടുന്നവരെല്ലാം ബ്ലോക്ക് ചെയ്യുന്ന എന്നൊരു ഇതുണ്ട്. സോ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പലരും എന്താ പറയുന്നത്, ഞങ്ങൾ ഇത്രയും നാള് ക്ലബിനെ ഫോളോ ചെയ്തിട്ട് ഇങ്ങനൊരു ട്രീറ്റ്മെന്റ് ഞങ്ങൾ ക്ലബിൽ നിന്ന് ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. കാരണം തീർച്ചയായിട്ടും എല്ലാം എന്താ പറയുക തിങ്സ് ഗോ സൗത്ത്. ഓഫ് കോഴ്സ് ഫാൻസ് എന്താ പറയുന്നത് ഒരു റിയാക്ഷണറി ആണ്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, അതിപ്പോ ഏത് വലിയ ഫാൻസ് ആണോ, അത് ഏത് വലിയ ക്ലബിന്റെ ആണ്. ഈ വർഷം എന്താ പറയുന്നത് നല്ല റിസൾട്ട് ഉണ്ടായിട്ടില്ലെങ്കിൽ എത്ര വലിയ കപ്പടിച്ചിട്ടാണെന്ന് പറഞ്ഞാൽ എത്ര ഹിസ്റ്ററി. ഇപ്പൊ ഈസ്റ്റ് ബംഗാളിന്റെ കേസിലൊക്കെ നമുക്കറിയാം, ലാസ്റ്റ് സീസൺ അവർ നല്ലപോലെ എനിക്ക് തോന്നുന്ന ലീഗിലെ ഏറ്റവും ടോപ്പ് 2 സ്പെൻഡേഴ്സിൽ അവർ ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും അവർക്ക് അവരുടെ മാനേജ്മെന്റ് നല്ല ചീത്തവിളി കേൾക്കുന്നുണ്ട്. കാരണം അതങ്ങനെയാണ്. അപ്പം അതിനിപ്പോ എത്ര വലിയ ഫാൻസ് ആണെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവും. അതിന് പക്ഷെ ബ്ലോക്ക് ചെയ്യുന്നത് നല്ലൊരു പ്രവൃത്തിയാണെന്ന് എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല. സോ അത് എന്താ പറയുന്നത്, അത് മീഡിയ ടീം, നിങ്ങൾക്ക് ഡയറക്റ്റ് ആക്സസ് ഇല്ലെന്ന് അറിയാം. പക്ഷെ എന്നാലും വെൻ യു ഗെറ്റ് ടു സ്പീക്ക് വിത്ത് അബിക് അല്ലെങ്കിൽ മറ്റ് ടീമിന്റെ ആൾക്കാരുമായിട്ട് സംസാരിക്കാൻ പറ്റുമ്പോൾ ഇങ്ങനെ ബ്ലോക്ക് ചെയ്യുന്നതൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുക. മീഡിയ ടീമിന്റെ വർക്കിൽ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഓഫ് കോഴ്സ് നല്ല വർക്കുകളാണ് വരുന്നത്. പക്ഷെ എന്താ പറയുന്നത്, ആൾക്കാരെ സംബന്ധിച്ച് അവർ നോക്കുമ്പോൾ എന്താ പറയുന്നത്, എപ്പോഴും ബീജിയം ഇട്ട് വീഡിയോ ഇടുന്നത് ഇതൊക്കെ നല്ല കാര്യമാണ്. കാരണം എല്ലാ ക്ലബിന്റെ മീഡിയ ഹാൻഡിൽസും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നമുക്കറിയാം. പക്ഷെ ബാക്കി ഉള്ള ആൾക്കാർ, പക്ഷേ നമ്മുടെ ഈ ഫാൻസ് എല്ലാം എന്താ പറയുന്നത് മറ്റുള്ളവർ അങ്ങനെ ഇടുന്നു എന്ന് ശ്രദ്ധിക്കാൻ പോകത്തില്ല. അവരെ സംബന്ധിച്ച് അവർ ക്ലബിനെ മാത്രം നോക്കാറും. അവർ നോക്കുമ്പോൾ എന്താ പറയുന്നത് പെർഫോമൻസ് ഒന്നും ഇല്ല, പക്ഷെ സംസാരമാണെങ്കിൽ നല്ലപോലെ സംസാരം ഉണ്ടെന്ന് പറയും. അപ്പോ അതൊരു കാര്യം നോക്കണം. അപ്പൊ സോഷ്യൽ മീഡിയയിലെ ആക്ടിവിറ്റീസിൽ കുഴപ്പമില്ല. പക്ഷെ ഇങ്ങനെ ബ്ലോക്ക് ചെയ്യുന്ന പരിപാടി അത് നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല ഫ്രസ്ട്രേഷൻ തീർക്കുന്നത് അതും നല്ലതല്ല. പക്ഷെ എന്നാലും ഫാൻസിനെ അങ്ങനെ ചെയ്യുന്നതിൽ എനിക്ക് വലിയൊരു നല്ലൊരു അഭിപ്രായമല്ല. താങ്ക് യു റൈസ്. പേര് പറഞ്ഞോയി വീണ്ടും, സോറി. വിനായക് ബ്രോ. അല്ല, ഈ ഒരു സെക്ഷനകത്ത് മറ്റേ ക്ലബിന്റെ പോസ്റ്റേഴ്സും അതേപോലെ ക്യാപ്ഷൻസും അത് ഇടുന്ന സംഭവം പറയാൻ പറ്റുമോ? പറഞ്ഞോളൂ. അപ്പം എനിക്കൊരു ഇതുണ്ടായിരുന്നു വെച്ചാൽ സോഷ്യൽ മീഡിയ എങ്ങനെയാണ് ഇപ്പൊ ഇതുവരെ ആക്റ്റീവ് ആയിരിക്കുന്ന കാര്യമാണ്. അപ്പം നോക്കുകയാണെങ്കിൽ നമുക്ക് നേരത്തെ ഒരു യെല്ലോ മാൻ ഉണ്ടായിരുന്നു, അതിന് മുന്നേ സൈക്കോ അഡ്മിൻ ഉണ്ടായിരുന്നു. അപ്പം ആ സമയം ഉണ്ടായ സമയത്ത് ഇപ്പൊ ഫാൻസിനാണെങ്കിൽ പോലും മീഡിയയിൽ ഇരുന്നുകൊണ്ട് അല്ലെങ്കിൽ ട്വിറ്റർ ചുമ്മാ തോണ്ടിക്കൊണ്ടിരുന്നാണെങ്കിലും അപ്ഡേറ്റ്സ് ഒക്കെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഈ 2-3 കൊല്ലമായിട്ട് ആ ഒരു എക്സൈറ്റ്മെന്റ് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ നമ്മുടെ മീഡിയ ഹാൻഡിലിന് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷെ സയൻസ് നമ്മൾ എപ്പോഴും നോക്കിയിരിക്കുന്ന ഒരു വികാരം എന്നുള്ള ഒരു കാര്യം കൊണ്ടായിരിക്കാം. പക്ഷെ കുറച്ചാളായിട്ട് ആ ഒരു കാര്യം വളരെ മിസ്സിംഗ് ആണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈവൻ നമ്മുടെ ഒരു സോഷ്യൽ മീഡിയ വരുന്ന വീഡിയോസ് അല്ലെങ്കിൽ ഇപ്പം പോസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും ക്യാപ്ഷൻ പോലെ ആയാൽ പോലും അത് ഭയങ്കര ഒരു ഓർഗാനിക് ടച്ച് ഇല്ല എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. കൂടുതലായിട്ടും എന്തെങ്കിലും ലൈക്ക് എന്തിനോ ഫോർ ദ സേക്ക് ഓഫ് ഇറ്റ് ഇടുന്ന ഒരു ഫീലിംഗ് ആവുന്നുള്ളത്. അപ്പോ അബിഗിനോട് നേരത്തെ ഒരാള് ട്വിറ്ററിൽ ചോദിച്ചപ്പം അദ്ദേഹം പറഞ്ഞ് പുതിയൊരു ആളെ അല്ലെങ്കിൽ മലയാളിയെ ഹയർ ചെയ്യുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇതുവരെ ആ ഒരു ഇമ്പാക്ട് നമുക്ക് കാണാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന ഒരു എൻഗേജ്മെന്റ് കണ്ടിട്ടില്ല. അപ്പം അദ്ദേഹം ഒരു സീസൺ സ്റ്റാർട്ട് ചെയ്തിട്ടാണോ അത് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്, അതോ സീസണിന് മുന്നേ ആണോ ഉദ്ദേശിക്കുന്നത് എനിക്ക് അറിയത്തില്ല. കാരണം ഓഫ് സീസണിലാണ് യാഥാർത്ഥത്തിൽ യാതൊരു ഫുട്ബോളിംഗ് ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ ഒന്നും ക്ലബിന്റെ ഭാഗത്ത് നടക്കാത്ത. അപ്പൊ ആ സമയത്തല്ലേ ഫാൻസിനെ എൻഗേജ് ചെയ്തുകൊണ്ട് ഇരിക്കേണ്ടത്, അല്ലെങ്കിൽ ആ ഒരു സോഷ്യൽ മീഡിയയുടെ ഒരു റെസ്പോൺസിബിലിറ്റി അല്ല ഫാൻസിനെ
ആ സമയത്ത് എൻഗേജ് ചെയ്യിക്കേണ്ടത്? അതോ ഇനിയിപ്പം സീസൺ തുടങ്ങിയിട്ടാണെങ്കിൽ ലൈക്ക് അതിന്റെ ലൈക്ക് സീസൺ തുടങ്ങുമ്പോൾ ഓൾറെഡി നമ്മൾ ഫുട്ബോളിംഗ് ആക്ടിവിറ്റീസ് ആയിട്ട് എൻഗേജ് ആണ്, അല്ലെങ്കിൽ ഇപ്പൊ സീസണിന്റെ ഓരോ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പം ഇവര് എപ്പോഴാണ്, അല്ലെങ്കിൽ ഓഫ് സീസൺ അല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് ഇത് ചേഞ്ച് വരുത്താൻ ഉദ്ദേശിക്കുന്നതെന്ന് ക്ലബ് അതിന്റെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ അതിന്റെ ഒരു ഇത് പറയേണ്ടതുണ്ട് ആണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ബ്രോ താങ്ക്സ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് എത്രയും പെട്ടെന്ന് മീറ്റിംഗ് മുമ്പ് തന്നെ, മാനേജ്മെന്റ് ആയിട്ടുള്ള മീറ്റിംഗ് മുമ്പ് നമുക്ക് ഷെയർ ചെയ്യാം വേണമെങ്കിൽ. അജയ് ബ്രോ എന്ത് പറയുന്നു? ഇതൊക്കെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കൺസേൺസ് അല്ലേ? നമുക്ക് ഇമെയിലോ സംതിങ് വൈ വി ക്യാൻ കോൺടാക്ട് ക്ലബ്. വാലിഡ് പോയിന്റ് ആണ് ബ്രോ പറഞ്ഞത്, വിനായക് ബ്രോ പറഞ്ഞത്. ഇപ്പൊ കംപ്ലീറ്റ്ലി ഡെഡ് ആണല്ലോ കൈൻഡ് ഓഫ് സോഷ്യൽ മീഡിയ. നല്ലൊരു പോയിന്റ് ആണ്. മാത്രമല്ല ഈ ആ ഒരു പറഞ്ഞ ഒരു സമയം എന്ന് പറയുന്നത് 2021 തോന്നുന്നു അല്ലെ? നമ്മുടെ ഇവാന്റെ ഫസ്റ്റ് സീസണിലാണെന്ന് തോന്നി സൈക്കോ അഡ്മിനും യെല്ലോ മാനും എല്ലാം വന്നത്. അതെ, ആ ഒരൊറ്റ സീസൺ. അല്ല, ആക്ച്വലി എനിക്ക് ഒരു കാര്യം ആഡ് ചെയ്യാനുണ്ട്. അതായത് ഇപ്പം ബ്ലാസ്റ്റേഴ്സ് സംബന്ധിച്ചോളം ഇപ്പം നമ്മുടെ റിസൾട്ട്സ് എല്ലാം വളരെ മോശമാണ്, അത് നമുക്കറിയാം. പക്ഷേ ഒരു റിസൾട്ട്സ് ഇല്ലാത്തൊരു ക്ലബിനെ കൊണ്ട് അല്ലെങ്കിൽ ക്ലബിന്റെ ഫാൻസിന് എന്താണ് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ റിസൾട്ട്സ് മാത്രമേ ഉള്ളൂ, അതിനപ്പുറം ഒന്നുമില്ല. പക്ഷെ ഇതുപോലത്തെ കാര്യങ്ങളാണ് ഫാൻസിനെ പിടിച്ചു നിർത്തുന്നത്. അല്ലെങ്കിൽ ഇപ്പം ഓക്കെ, ബ്ലാസ്റ്റേഴ്സിന്റെ ഫാൻസ് ഒരിക്കലും പോകത്തില്ല, നമുക്കറിയാം. അത് മേ ബി ആ ഒരു ഗ്രാൻഡ് ആയിട്ട് മാനേജ് എടുക്കുന്നതായിരിക്കും. പക്ഷെ ഇതുപോലത്തെ കാര്യങ്ങൾ ഫാൻസിനെ പിടിച്ചെടുത്തുന്ന ഒരു സംഭവമാണ്. അത് തന്നെ വീക്കായി പോയി കഴിഞ്ഞാൽ പിന്നെ ഓവറോൾ നെഗറ്റിവിറ്റി വരിക എന്ന് പറഞ്ഞാൽ ഫാൻസിനെ കുറ്റപ്പെടുത്തിയൊരു കാര്യമില്ല. അത് ക്ലബ്ബ് ചെയ്യേണ്ട ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. ഇതിന് അക്കൗണ്ടബിലിറ്റി മാനേജർ ഏറ്റെടുക്കണം. അതാണ് എനിക്ക് അഡീഷണൽ ആയിട്ട് പറയാനുള്ളത്.